ഒരു കഴിവില്ലാത്തൊരു പച്ച മനുഷ്യനാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും പറയാനായിട്ടില്ല. ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, അനുഭവിക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ വകയല്ല, അത് നിങ്ങൾക്കും എനിക്കും സഹായിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നേ ഞാൻ ദൈവത്തോട് പറഞ്ഞുള്ളൂ, ജീവിതത്തിൽ ഒരു രണ്ടാം ജന്മം എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ജീവിതം അസ്തമിച്ചു, മംഗലാപുരം കൊണ്ട് എന്റെ ജീവിതം അവസാനിച്ചതാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു ലൈഫ് ദൈവം എനിക്ക് എന്നാണ്. പുനർജന്മം എന്നൊക്കെ പറയാം, ചില നോവലുകളൊക്കെ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊരു പുനർജന്മം എന്ന് തന്നെ പറയാം. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നാ ചോദിച്ചാൽ, നിങ്ങളിൽ ചിലർക്ക് ഒരു പുനർജന്മം കിട്ടിയിട്ടുണ്ട്. നിങ്ങളിൽ പലരും ഭൂമുഖത്ത് ജീവിച്ചിരിക്കേണ്ടവരല്ല. നിങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് സെമിത്തേരിയിൽ പോരേണ്ടവരുണ്ട്, അന്യനേട്ടിൽ വെച്ച് മരിക്കേണ്ടതായിട്ടുണ്ട്, മിസ്സായി പോയവരുണ്ട്, കൊല ചെയ്യപ്പെടേണ്ടവരുണ്ട്. എന്നാൽ ആ വിഷയത്തിലൊക്കെ ഒരു വക്കീൽ കേസ് വാദിക്കുന്നത് പോലെ ദൈവം വാദിച്ചൊന്നും ഇടപെട്ടത് കൊണ്ടുമാണ് ഇന്ന് രാത്രികാലം നിങ്ങൾ ഈ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. സ്തോത്രം. രാവിലെ വായിച്ച ദൈവത്തിന്റെ വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും, അല്ലാത്തവർ സാത്താനെ കാണും. പ്രൈസ് ദി ലോർഡ്. ആരെ കാണണം, എങ്ങനെ കാണണം എന്നുള്ള തീരുമാനം ഇന്ന് 8:10 മുമ്പായിട്ടൊരു തീരുമാനത്തിലെ ഡോറ് തുറന്ന് പുറത്ത് കിടക്കാവൂ. കാരണം നിന്നെ പ്രതീക്ഷിച്ച് രണ്ടുപേരെ പുറത്തിരിക്കുന്നത്, ഒന്ന് ദൈവം, മറ്റൊന്ന് സാത്താൻ. പ്രൈസ് ദി ലോർഡ്. മോശയോട് ദൈവം പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. അവിടെ കുറച്ച് ഉഴപ്പന്മാരുണ്ടായിരുന്നു പാളയത്തിൽ, അവരോടുകൂടെ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കത്തില്ല, പക്ഷെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ നിന്നോടുകൂടെ ഇരിക്കുന്നത്? എന്തുകൊണ്ട് ഞാൻ നിന്നോടുകൂടി ഇരിക്കും? നീ ഒരു കൊലക്കേസിലെ 1-ാം പ്രതി ആയിരുന്നു, പക്ഷെ ഒരു രാത്രിയിൽ നീ പൊട്ടിക്കരഞ്ഞ് നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞത് ഈ ഒരു പുതിയ ഹൃദയം ഇങ്ങനെ സമ്പാദിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ സിനായി പർവ്വതത്തിന്റെ മുകളിൽ നീ കയറി വന്നപ്പോൾ മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്നും തീച്ചൂളയുടെ നടുവിൽ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു. നിന്റെ കൈ ഞാൻ മാറത്ത് വെച്ചു, കുഷ്ഠമായിട്ട് കണ്ടു, വടി താഴെ ഇടിയിച്ചു, പാമ്പായിട്ട് മാറ്റി, ചെരുപ്പൂരി കളഞ്ഞു, വിശുദ്ധമായ സ്ഥലത്ത് നിർത്തി. നിന്നെ ആട്ടിയിറക്കി ഇവിടെ നാട്ടി കണ്ടുപോകരുത്, കൊന്നുകളയുമെന്ന് പറഞ്ഞവന്റെ മുമ്പിലേക്ക് അഭിമാന പുരുഷനും സ്വർഗീയ പിന്തുണയോടെ അയച്ചത് ഞാൻ തന്നെയാണ്. സ്തോത്രം. ഈജിപ്തിലെ ഫറവോൻ രാജാവിന്റെ മുമ്പിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട മോശ ഇന്ന് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത് ഒരു സാധാരണക്കാരനായിട്ടല്ല, ഒരു അമാനുഷിക ശക്തിയും അസാധാരണ കഴിവുള്ളവനായിട്ടായിരിക്കണം. ദൈവത്തെ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും രുചിച്ച ശേഷം നീ ജീവിച്ച പഞ്ചായത്തിലേക്കും വീട്ടിലേക്കും നാട്ടിലേക്കും സമുദായ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവർ തന്നെ പറയും, പഴയ സാറാമയല്ല, പഴയ മാർഗരറ്റ് അല്ല, വ്യത്യാസം വന്നിരിക്കുന്നു. എന്തുകൊണ്ടാ? ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. സ്തോത്രം. ഒരിക്കൽ മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവം മോശയോട് പറഞ്ഞു, പറഞ്ഞ കാര്യമൊക്കെ നല്ലതാണ്, പക്ഷെങ്കിൽ കുഞ്ഞെ, എന്നെ കണ്ടവൻ ജീവനോടെ ഇരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കണ്ടവൻ ജീവനോടെ ഇരിക്കത്തില്ല. അതെന്ത് അത്രയ്ക്കും ഭയങ്കരമാണോ? അതെ, ദൈവ സ്നേഹവാനാണ്, കരുണയുള്ളവനാണ്, തേജസ്സുള്ളവനാണ്, അതെ, ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇപ്പൊ മോശയോട് പറയുകയാണ്, എന്നെ കണ്ടവൻ ജീവനോടെ ഇരിക്കത്തില്ല. ആരാ ഇതിന് കാരണക്കാരൻ? തന്റെ ഭക്തന്റെ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കേണ്ടത് ദൈവത്തിന്റെ നീതിയല്ലേ? പക്ഷെ മോശയല്ല ഇതിന്റെ അകത്തെ 1-ാം പ്രതി. ഇതിന്റെ അകത്തെ പ്രതി സ്ഥാനത്ത് നിൽക്കുന്നത് ആദാമാണ്. ഏദൻ പരദീസയിൽ ആദവും ഔവയും ദൈവം ആക്കി വെച്ച സ്ഥാനത്ത് അവർ കനത്ത ഒരു അവിശ്വസത കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇടനിലക്കാരനായി കുടുംബം കലക്കിയായി അവരെ തെറ്റിപ്പിച്ച് ദൈവത്തിൽ നിന്ന് ഭിന്നിപ്പിച്ച് അവരെ അടിച്ച് പുറത്തേക്ക് അടിച്ചത് സാത്താനായിരുന്നു. അന്നവൻ രാജവെമ്പാലയായിട്ട് രംഗത്ത് വന്നെങ്കിൽ ഇന്നവൻ മനുഷ്യശരീരത്തിൽ കയറി മനുഷ്യനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാ പീഡനങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ട്, എല്ലാ രാജവാഴ്ചയ്ക്കും അറുതി വരുത്തിക്കൊണ്ട് ഒരു മഹാരാജ ഭൂമിയെ അടക്കി വാഴുമ്പോൾ നിങ്ങൾ കാണുമെന്നുള്ളതാണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊക്കെ പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് കർത്താവേ പണം വേണം, വീട് വേണം, രോഗശാന്തി വേണം, അത് വേണം, ഇത് വേണം, ലോകത്തിലുള്ളതൊക്കെ ആശ്രയിച്ച് ഈ ലോകത്തിൽ മാത്രം നിങ്ങൾ പ്രത്യാശ വെച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും മനുഷ്യന്മാരെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഉയരത്തിലുള്ളത് ആഴ്ചയിൽ ഒന്നെങ്കിലും ചിന്തിക്കുന്നത് നല്ലതാ. സ്വർഗ്ഗ ഉയരത്തിലുണ്ട്, കാഹളം ധ്വനിക്കും, വൈപ്പിന്റെ മുകളിൽ കൂടെ, കടലിന്റെ മുകളിൽ കൂടെ, എയർ ഇന്ത്യയുടെ ഇടയ്ക്കൂടെ ഞാൻ ഇടിച്ചു കയറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയല്ല, കണ്ണുമയ്ക്കുന്നതിനിടയിൽ എനിക്കൊരു രൂപാന്തരം, എന്റെ ദൈവം മഹാദൈവം, എന്റെ വീണ്ടെടുപ്പുകാരനായ ദൈവം എനിക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെടുത്തിട്ട് യേശുക്കപ്പുറം തരുമെന്നുള്ളതായ വിശ്വാസവും ഉറപ്പും കാത്തിരിപ്പും പ്രത്യാശയും വേണം. നാൾ അടുക്കും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏദൻ പർദീസയിൽ സംഭവിച്ച പാപം നിമിത്തം മാനവരാശിക്ക് ദൈവം തമ്പുരാന്റെ മുഖം മറയപ്പെട്ടു. ലൈവായിട്ട് TV കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ നമുക്ക് ദൈവത്തിന്റെ മുഖം കണ്ട് ഫേസ് ടു ഫേസ് സംസാരിക്കാമായിരുന്നു, വർത്താനം പറയാമായിരുന്നു, വിശേഷങ്ങൾ പങ്കുവെക്കുമായിരുന്നു. എല്ലാ ദിവസവും വെയിലേറിയ ദിവസം യഹോവയായി ദൈവം ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു, തന്റെ ആദവും ഔവയുമായി സംസാരിക്കുമായിരുന്നു. ഇതെല്ലാം പരമദുഷ്ടൻ സാത്താൻ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഈ കൂട്ടുകെട്ട് ഞാൻ പൊളിക്കും, ഈ കുടുംബം ഞാൻ തകർക്കും,
ഈ സമാധാനം ഞാൻ ഇല്ലാതാക്കും, ഈ അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ നശിപ്പിക്കും. അങ്ങനെ അറക്കാനും മുടിക്കാനും ഇറങ്ങി വന്ന ഈ ദുഷ്ടൻ ആ കുടുംബത്തിൽ കയറി ഇടപെട്ടു. നേരിട്ട് ചെല്ലണ്ട, പാമ്പിന്റെ രൂപത്തിൽ ചെല്ലാം. അങ്ങനെ അവൻ വേഷം ധരിച്ചു ചെന്നു. സാത്താനെ സംബന്ധിച്ച് അവൻ ഏത് വേഷവും കെട്ടാൻ ബഹുമെടുക്കനാ. സ്തോത്രം. അവന് തലച്ചോറില്ല, അവന് കിഡ്നിയില്ല, കുടലില്ല, കാറ്റില്ല, പാൻക്രിയാസ് ഇല്ല, അസ്ഥിയില്ല, ഒന്നുമില്ല. അതൊരാത്മാവാ. അത് ഏത് രൂപം വേണ്ടിലും അതിന് ധരിക്കാൻ പറ്റും. പട്ടി, പൂച്ച, ആട്, കോഴി, പ്രൈസുല, മറുത, കാളി, കൂടി, ഇതൊക്കെ ആയിട്ട് വേഷം ധരിക്കാൻ ഈ സാധനത്തിന് സാധിക്കും. പക്ഷെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് തന്റെ സ്വരൂപവും സ്വഭാവം മാറ്റാൻ കഴിയത്തില്ല. യേശുക്രിസ്തു ഒരു വിചിത്ര ജീവി ആയിരുന്നില്ല. സാത്താൻ വിചിത്ര രൂപിയും പ്രാകൃത രൂപിയുമാണ്. അതുകൊണ്ടാണ് സ്വപ്നത്തിലൊക്കെ ചിലതൊക്കെ കണ്ടാൽ അയ്യോ എന്റെ കർത്താവേ ശത്രുവിനെ കണ്ട് ചിലർക്ക് ഉറക്കം വരത്തില്ല. സ്വപ്നത്തിൽ അമൃത കയറി വരുന്നു, കറുത്ത കാറ് കയറി വരുന്നു, ആന കയറി വരുന്നു, ട്രങ്ക് പൊട്ടി, ടോർച്ച് ലൈറ്റ് ലൈൻ പൊട്ടിച്ച് കിടക്കുന്നു, കാണ്ടാമൃഗം കയറി വരുന്നു. കുന്തമൊക്കെ കണ്ടു. പക്ഷെ അതിനെ ശാസിക്കാനും ജയിക്കാനുള്ള കൃപ കൂടെ ഈ പ്രാർത്ഥനയിൽ പ്രാപിച്ചോണം. അല്ലാതെ ഈ അഴുക്കെല്ലാം കൂടെ കണ്ടിച്ച് ഞായറാഴ്ച വന്ന് കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിക്കിടന്നു. ആയ സമയത്ത് ശത്രു എന്റെ അരികൽ വന്ന് വലിയ കൊമ്പും ചെപ്പരുത്തിപ്പും പോലെയും ബായിക്കിലെ വാലും ഒക്കെ കറക്കി എന്നെ 3 പ്രാവശ്യം കണ്ണടച്ച് കാണിച്ചു. ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണ് എന്നെ വിടിവിച്ചത്. ഇത്രയും അവിഞ്ഞ സാക്ഷി എവിടെ വന്ന് പറഞ്ഞേക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം. യേശുവിനെ കുറിച്ച് നീ പറയണം. നിന്റെ ജീവിതത്തിൽ ചെയ്തത് ആ നിർണായക നിമിഷത്തിൽ കർത്താവ് ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ, അപ്പോൾ ആ കോള് വന്നില്ലായിരുന്നെങ്കിൽ, അപ്പോൾ ആ അച്ചായം വന്നില്ലായിരുന്നെങ്കിൽ, ആ പ്രാർത്ഥനയിൽ ദൈവം എന്നോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ, പറയുമ്പോൾ കണ്ണ് നിറയുന്ന ഒരു സാക്ഷ്യമുണ്ടെങ്കിൽ അത് ദൈവം നേരിട്ടിടപെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില ആൾക്കാർ കരയുന്നതും താഴുന്നതും അടിയണമെന്നൊക്കെ പറയുന്ന ഒരു വില കുറഞ്ഞ പരിപാടിയായിട്ട് അവർ കാണുന്നത്. യഥാർത്ഥമായി വീണ്ടും ജനനം പ്രാപിച്ചവർ രഹസ്യമായി അവർ ദൈവത്തിന്റെ സന്നിധിയിൽ മണ്ണും പൊടിയുമായിട്ട് അവരൊന്നുമില്ലാതെ തിരിക്കുകയാണ്. എങ്ങനെ? നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ആദം ഔവ്വ ദമ്പതികൾ നേരിട്ട് പരസ്പരം കണ്ട് സംസാരിച്ച് ആ വ്യക്തിത്വം, ആ ആളത്വം, ആ സ്വരൂപം ക്ഷണത്തിൽ മാറ്റപ്പെട്ടു. എന്തുകൊണ്ട്? തിന്നരുതെന്ന് പറഞ്ഞതായ പഴം ഒരു കഴിച്ചു. അതിനാൽ ദർശനം നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവമുഖം മറയ്ക്കപ്പെട്ടു. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവർ അകന്നുപോയി. അവരുടെ ശരീരത്തിന് വ്യത്യാസമുണ്ടായി. അതുവരെ അവർക്ക് ഹല്ലേലൂയ വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. രണ്ടുപേർക്ക് ഓടാം, ചാടാം, ഒക്കെ ചെയ്യാം. പക്ഷെങ്കിൽ അവർക്ക് വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തിനാണ് ഏദൻ പരദീസയിൽ ആദത്തിനെ ആക്കി വെച്ചത്? തോട്ടം കാക്കുവാനും വേല ചെയ്യുവാനുമാണ്. ഇന്നത്തെ ഉപദേശിമാരിൽ ചിലര് തോട്ടം കാക്കാനല്ല, തോട്ടം നശിപ്പിക്കുവാനും വേല വെക്കാനുമായിട്ട് നടയിക്കൊണ്ടിരിക്കുകയാണ്. അത് ദൈവിക ശുശ്രൂഷയല്ല. നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസതയോടുകൂടെ നിങ്ങളുടെ സഭയ്ക്കും നിങ്ങളുടെ ദൈവദാസനും നിങ്ങളുടെ പ്രവർത്തനത്തിനും നിങ്ങളുടെ ഉന്മേഷ ഊർജ്ജസ്വലത ഉള്ളവരായിരിക്കണം. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പബ്ലിക്കായിട്ട് പറയുന്ന ദർശനങ്ങൾ പബ്ലിക്കായിട്ട് പറയും, രഹസ്യമായി പറയാനുള്ളത് അങ്ങനെ പറയും. ദൈവത്തിന് സ്തോത്രം. പ്രവചനത്തിന്റെ പിന്നാലെ വടിയും കുത്തി പോകരുത്. അവസാനം പ്രവാചകൻ അങ്ങ് നടന്നു പോകും, നിങ്ങൾ വടിയുങ്ങളോട് നിൽക്കും. എന്നാൽ നിങ്ങൾ വചനത്തിന്റെ പിന്നാലെ വിശ്വാസ ജീവിതം നയിക്കുന്നെങ്കിൽ നിങ്ങളെ ഒരിക്കലും നടത്തിപ്പ് മങ്ങത്തില്ല, പ്ലാനുകൾ തെറ്റിപ്പോകത്തില്ല. പ്രവചനം ആത്മീയ വർധനയ്ക്കും ആശ്വാസത്തിനും പ്രബോധനത്തിനും വേണ്ടിയുള്ളതാണ്. എന്നാൽ ദൈവവചനത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ നിത്യതയുടെ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഒരിക്കൽ കൂടെ തിരുനാമത്തിന് മഹത്വം കൊടുത്താട്ടെ. പ്രിയപ്പെട്ടവരെ, ഏദനിൽ മറയപ്പെട്ട മുഖം ക്രൂശിന്മേൽ കാൽവറിയിൽ തുറക്കപ്പെട്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറിയ രാജാക്കന്മാർ, ഏറിയ പ്രവാചകന്മാർ. വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 24-25 തിരുവെഴുത്തുകൾ വായിച്ചാട്ടെ. അവിടെ എന്താണ് യേശു തിരിഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞത്? എന്താണ്? വായിച്ചാട്ടെ. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 24-25 എടുത്തവർ പെട്ടെന്ന് വായിച്ചാട്ടെ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണല്ലോ നമ്മുടെ വാക്യം രാവിലെ വായിച്ചത്. ഈ കാഴ്ചയൊന്ന് കാണാൻ ഞാനും നിങ്ങൾ കാതോർത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നേരിട്ടൊന്ന് കാണുവാൻ ഈ രക്ഷകൻ എവിടെ? ക്രിസ്തു എവിടെ? എനിക്ക് വേണ്ടി അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചടക്കപ്പെട്ട ജീസസ് ക്രൈസ്റ്റ് എവിടെ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എവിടെ? പിതാവായ ദൈവം എവിടെ? അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെയും ദൈവം എവിടെയെന്ന് മനസ്സാക്ഷിയിൽ അന്വേഷിക്കുന്ന എല്ലാ മനുഷ്യരും ഉണ്ട്. പക്ഷെ കാണാൻ സാധിക്കുന്നില്ല. അനുഭവിക്കാൻ മാത്രമേ ഇപ്പം നമുക്ക് യോഗമുള്ളൂ. വീണ്ടെടുപ്പിന് ശേഷം നേരിട്ട് കാണുവാനിട തീരും. മിസ്റ്റർ പീലിപ്പോസ്, സുവിശേഷകൻ പീലിപ്പോസ് ഒരു ദിവസം യേശുവിനോട് പറഞ്ഞു, പീലിപ്പോസെ, കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞങ്ങൾ അങ്ങയെ തേടി വന്നല്ലോ, അങ്ങയുടെ പിതാവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. യേശു അവനോട് പറഞ്ഞു, പീലിപ്പോസെ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനും പിതാവും ഒന്നാകുന്നു. അപ്രകാരം തന്നെ മോശ സംസാരിച്ചത് തന്നെയാണ്, നിന്റെ തേജസ് എന്നെ കാണിച്ചു തരണമേ. ഏദൻ പരദീസയിൽ പാപത്തിൽ വീണുപോയ ആ കുടുംബം
ദൈവത്തിങ്കിൽ നിന്നും അകന്നു. കരുണാമയനായ ദൈവം തൽക്കാലം അവരെ അത്തിയില കൊണ്ട് തോലുണ്ടാക്കി അത്തിയിലയെടുത്ത് അവരെ രത്താവരൻ നൈറ്റിയും ബർമുടായി അവർ ഉടുത്തെങ്കിൽ തന്നെയും സൂര്യൻ ഉദിച്ചപ്പോൾ അത് കരിഞ്ഞും വാടിയും പോയി. അവിടെ നിലനിൽപ്പില്ല. സ്തോത്രം. അച്ചായനും അമ്മാമ്മയും പിന്നെ എങ്ങോട്ട് പോകും? അപ്പോൾ ഒരു മൃഗത്തെ കൊന്നതിന്റെ തോല് കൊണ്ട് അവരെ ഉടിച്ച് നഗ്നത മറച്ചെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം കണ്ടും കേട്ടും കരഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ വരണം. ഞാൻ പഠിച്ച പരിപാടി വിജയിച്ചു, ഞാൻ ഇവർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് വിജയിച്ചു എന്നാണ് സാത്താൻ പറയുന്നത്. ചില കാര്യങ്ങളിലൊക്കെ പിശാച് ജയിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് പറ്റിയ ചില അമളി, പരാജയം, ചില കുടുംബജീവിതത്തിന്റെ അവസ്ഥ, ചില കുഞ്ഞുങ്ങളുടെ താറുമാറായ വിഷയങ്ങൾ, പക്ഷേ അതെല്ലാം ദൈവത്തിന്റെ ഇടപെടലോടുകൂടെ കറങ്ങി തിരിഞ്ഞ് കുശവന്റെ കയ്യിലെ കളിമണ്ണ് പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ അവൻ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി മാറ്റും. ബിസിനസ് പൊട്ടിയവനും കാശ് കിട്ടാതെ പോയവനും മൂട്ടിച്ചുകൊണ്ട് പോയവനും പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം പരിഹാരമില്ലാത്ത വിഷയം ദൈവത്തിന്റെ സന്നിധിയിലില്ല. 4 ദിവസം നാറ്റം വെച്ചിരുന്ന ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ ചെന്ന് അവിശ്വാസത്തോടെ 4 ദിവസമായല്ലോ, നാറ്റം വെച്ചല്ലോ, അടുക്കാൻ പറ്റത്തില്ലല്ലോ, നീ ഉണ്ടായിരുന്നേ മരിക്കത്തില്ലെന്നും പറഞ്ഞ് മറിയ അവിടെ അയ്യോഭാവം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറിയോട് യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്കും പവർഫുള്ളായ ഒരു ശരീരമായിരുന്നു യേശുവിന്റെ ശരീരം. പ്രൈസ് ദി ലോർഡ്. ഏത് കരിഞ്ഞതും വാടിയതും വിങ്ങിപ്പൊട്ടിയതും ഒറ്റപ്പെട്ടതും പുഴുത്തതും മാളിഞ്ഞതുമാകട്ടെ നസ്രായന്റെ കയ്യിലൂടെ സ്കാൻ ചെയ്ത് വിട്ടാൽ നല്ല പുതുപുത്തൻ സാധനമായിട്ട് പുറത്തു വരും. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ സംസാരിക്കുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പ്രധാന വിഷയം ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്നുള്ളതാണ്. അപ്പം ഹൃദയത്തിന്റെ ശുദ്ധീകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അടുക്കാൻ പറ്റത്തുള്ളൂ. പെന്തക്കോസ്ത് ചേർന്നതുകൊണ്ടോ, സ്ഥാനപ്പെട്ടതുകൊണ്ടോ, കർത്തൃമേശ എടുത്തതുകൊണ്ടോ, ദശാംശം കൊടുത്തതുകൊണ്ടോ, സ്വോത്ര കാഴ്ച ഇട്ടതുകൊണ്ടോ, സ്വോത്രം മാലയും കമ്മലൂരി മേശപ്പുറത്ത് വെച്ചതുകൊണ്ടോ, വെള്ളസാരി ഉടുത്തതുകൊണ്ടോ, വെള്ള ജുബ്ബ ഇട്ടതുകൊണ്ടോ കർത്താവിനെ കാണാൻ സാധ്യമല്ല. എന്നാൽ ശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു വ്യക്തി സഭയിലുണ്ടെങ്കിൽ ആ വ്യക്തി അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ഹൃദയം കൊണ്ട് അവർ ദർശനം കാണും, ദൈവശബ്ദം കേൾക്കും, ദൈവാലോചനയെ അവർ പിടിച്ചെടുക്കും. കാരണം അവരുടെ ഹൃദയവും ദൈവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ മാനവരാധിക്കും. ഇന്നത്തെ എല്ലാ പെന്തക്കോസുകാർക്കും ദൈവത്തെ ലൈവായിട്ട് കാണാമായിരുന്നു. ആദാമ്യ പാപം നിമിത്തം സർവേശ്വരനാം ദൈവത്തിന്റെ മുഖം അവർക്ക് അറിയപ്പെട്ടപ്പോൾ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിലെ രാജാക്കന്മാരെല്ലാം ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു. യഹോവയായ ദൈവത്തെ നേരിട്ട് കാണാൻ ആഗ്രഹിച്ചു, കാണാൻ സാധിച്ചില്ല. ദൈവത്തോട് സ്നേഹിതൻ എന്ന പോലെ സംസാരിച്ച ഏറ്റവും അടുത്ത കർത്തൃദാസനാണ് മിസ്റ്റർ മോശ. മോശയോ പറയുന്നു, എനിക്ക് നിന്റെ തേജസ് കാണിച്ചു തരണം. പക്ഷെ എന്നെ കണ്ടവൻ ജീവനോടെ ഇരിക്കത്തില്ലെങ്കിലും നിന്റെ ആഗ്രഹപ്രകാരം ഒരു ചെറുതായിട്ടൊരു അന്തരീക്ഷം ഞാൻ കാണിച്ചു തരാം. ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ പിൻഭാഗം നിനക്ക് കാണിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പോകുമ്പോൾ, ഞാൻ ലൈവായിട്ട് കടന്നു പോകുമ്പോൾ എന്റെ ബാഗ് വശം മാത്രം നിനക്ക് കാണാം, പക്ഷേ മുഖം നിനക്ക് കാണാൻ പറ്റത്തില്ല. ഈ മുഖം ഒരിക്കൽ മനുഷ്യനെ കാണിച്ചതാണ് പാപത്തിന് മുമ്പ്. എന്നാൽ പാപത്തിന് ശേഷം എല്ലാവർക്കും ദൈവത്തിന്റെ മുഖവും മറയപ്പെട്ടു. അങ്ങനെ ഒരു പാറയുടെ പിളർപ്പിൽ മോശയാക്കിയ ശേഷം ദൈവമായ കർത്താവിന്റെ തേജസ് കടന്നു പോകുമ്പോൾ പിൻഭാഗം കാണിക്കുകയുണ്ടായി. അങ്ങനെയാണ് മോശ ഭാഗികമായി ചന്ദ്രഗ്രഹണം പോലെ അതിന്റെ പിൻഭാഗം കണ്ടു. എന്നാൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്ത് ജനിച്ച് കാൽവറിയിൽ മരിച്ചടക്കപ്പെട്ട് ഒലിവുമലയുടെ ഉള്ളിൽ വെച്ച് തൃക്കരം വെച്ച് സമൂഹത്തെ അനുഗ്രഹിച്ച് മേഘപാളികൾക്കിടയിലൂടെ ഉയരങ്ങളിലേക്ക് കടന്നുപോയി പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ചെയറിൽ നിന്ന് രാത്രി എന്നെയും നിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട്. അവനാണ് അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപം. ഞാൻ AC യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് എനിക്ക് AC-യുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇച്ചിരി പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുഴപ്പമില്ല, എങ്കിലും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിനെ മഹത്വം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മലയിലെ പ്രസംഗത്തിലെ പ്രസക്തമായൊരു ഭാഗമാണ് ഹൃദയത്തിന്റെ ശുദ്ധീകരണം. ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ പിന്നാലെ ഒട്ടനവധി ജീവിതങ്ങൾ കൂട്ടത്തോടെ ഒറ്റയ്ക്കും കടന്നു വന്നു. കാറിയും കൂകിയും നിലവിളിച്ചും ആവശ്യബോധത്തോടുകൂടെ രോഗശാന്തിക്ക് വേണ്ടി, പൈശാചിക ശക്തിയിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി വന്നു. അവരെയെല്ലാം കർത്താവ് നോക്കി നിർത്തി, കാരണങ്ങൾക്ക് വശം ചോദിച്ച് വിവരങ്ങൾ മനസ്സിലാക്കി വിശ്വാസത്തിൽ ഉറപ്പിച്ച് സൗഖ്യം കൊടുത്ത് ആ ദിവ്യ സ്നേഹം കടന്നുപോയി.
സ്തോത്രം. ഒരിക്കൽ അവൻ സർവ്വലോകത്തിന്റെയും പാപം ചുമക്കുന്ന കുഞ്ഞാടായിട്ടാണ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഇനി ഒരു കുഞ്ഞാടായിട്ട് അവൻ ഒരിക്കലും വരുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്, ലോകത്തിൽ ആരും കരുതരുത്. ഇനി സർവ്വലോകത്തെയും ഭരിക്കുന്ന യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിട്ട് അവൻ ഇറങ്ങി വരുവാൻ പോകുകയാണ്. ഒരിക്കൽ മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ ഇസ്രായേലിൽ ഇറങ്ങി വന്നെങ്കിൽ ഇനി പ്രൈസലോ അന്നെ വീണ്ടെടുക്കപ്പെട്ടവരെ ചേർക്കാനായിട്ട് അവൻ ഇറങ്ങി വരുവാൻ പോകുകയാണ്. ഒരിക്കൽ അവൻ മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി 2020 വർഷങ്ങൾക്ക് മുമ്പ് മരിക്കുവാനായിട്ട് ഗോൽഗോത്ത മലമുകളിൽ ഏൽപ്പിച്ചെങ്കിൽ ഇനിയും ലോകത്തെ ഇന്റർനാഷണൽ ആയിട്ട് ഭരിക്കുന്ന ഏക രാജാവായിട്ട് യേശു കടന്നു വരാൻ പോവുകയാണ്. ദൈവത്തിന് മഹത്വം. തള്ളപ്പെട്ടതും ഉടയപ്പെട്ടതും ആർക്കും വേണ്ടാത്തതും വലിച്ചെറിയപ്പെട്ട നരകം കൊള്ളയടിക്കാൻ ആഗ്രഹിച്ചതായിട്ടുള്ള വ്യക്തി ജീവിതങ്ങളായി നിങ്ങളെ ജീവപുസ്തകത്തിൽ പേരെഴുതി തന്റെ മകനും മകളും പൗരോഹിത്യ പുരോഹിത ശുശ്രൂഷകന്മാരുമാക്കിയത് ഇവിടുത്തെ ജനകീയ സംവിധാനമോ ഭരണപരിധാനമോ അല്ല, ദൈവത്തിന്റെ കൃപയും ശക്തിയും വചനവും വാഗ്ദത്തവുമാണ്. ദൈവത്തിന് മഹത്വം. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയിൽ നിവർത്തിക്കണമേ. ഞാൻ ഭയപ്പെടുന്ന നിന്നയെ എന്നിൽ നിന്നും അകറ്റിക്കളയണമേ. ദൈവത്തിന് സ്തോത്രം. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കയറി വന്ന ഒരു പ്രസക്തമായ ഭാഗമാണ്. പ്രൈസുള്ള ദൈവത്തിന്റെ ആത്മാവ് ഹേമിച്ചതാണ്. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയിൽ നിവർത്തിക്കണമേ. ദൈവഭക്തി വർദ്ധിപ്പിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ചില വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടാൻ പോവുകയാണ്, പാസ്സാകാൻ പോവുകയാണ്, തുറക്കാൻ പോവുകയാണ്, യാത്ര തുടങ്ങുകയാണ്, പണി ആരംഭിക്കാൻ പോവുകയാണ്, സാങ്ഷൻ ആകാൻ പോവുകയാണ്, നല്ല മെസ്സേജ് വരാൻ പോവുകയാണ്, ശുഭശബ്ദം കേൾക്കാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ ഇപ്പം ദൈവഭക്തി ഈ ദിവസങ്ങൾ വർദ്ധിപ്പിച്ചോണം. ഉപവാസത്തിൽ വന്നു, പങ്കെടുത്തു, എന്തെങ്കിലും കൊടുത്തു, കൈയടിച്ചു, 2 പാട്ടുപാടി പോകുന്നതല്ല. ഹൃദയത്തിന്റെ അകത്തൊരു ഏകാഗ്രതയും ഭക്തിയും ഉണ്ടായിരിക്കണം. ആശീർവാദം പറഞ്ഞ് ഹോളിന്റെ ഗ്രൗണ്ടിൽ നിന്നും പുറത്തിറങ്ങി ഓട്ടോയിൽ കയറുമ്പോഴും ബസ്സിൽ കയറുമ്പോഴും വീട്ടിൽ ചെല്ലുമ്പോഴും വീട്ടുവഴക്കുണ്ടാകുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴും ഒക്കെയും നിന്റെ അധരധാരത്തെ കാത്ത് വായിക്ക് കാവൽ നിർത്തിക്കണം. അനാവശ്യ വിഷയങ്ങളിൽ കയറി ഇടപെടുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. കല്ലുവെച്ച നുണ പറയരുത്, അടിച്ചു മാറ്റരുത്, 1 രൂപയ്ക്ക് പോലും കള്ളം പറയരുത്. സ്തോത്രം. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും. കീഴോട്ട് വായിക്കുമ്പോൾ പെന്തക്കോസുകാരന്റെ യോഗ്യതയും അവന് വേണ്ട സർട്ടിഫിക്കറ്റിൽ വേണ്ട യോഗ്യതയും സ്വർഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് ആരെങ്കിലും അതൊന്ന് വായിക്കണം, നല്ലതായിരിക്കും. പ്രൈസലോ ആ മൈക്കിൽ കൂടെ ഒന്ന് വായിക്കാവോ കുഞ്ഞേ? അതായി സങ്കീർത്തനം 15 സങ്കീർത്തനം. ആര് സ്വർഗത്തിൽ പോകും? ആരാണ് ആത്മീയ അനുഭവം പ്രാപിച്ച വ്യക്തി? ഒരു വ്യക്തിക്ക് വേണ്ട യോഗ്യത എന്താണ്? സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതലിനെ കുറിച്ച് ദൈവം പറയുന്ന ഡിമാൻഡുകൾ ഏതൊക്കെയാണ്? ഇന്ന കാര്യങ്ങൾ. ഒരു വസ്തു ആധാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ 5000 രൂപയുടെ 6 മുദ്രപത്രം കൊണ്ടുവരണം, സ്റ്റാമ്പ് കൊണ്ടുവരണം, റവന്യൂ സ്റ്റാമ്പ് വേണം, അത് എഴുതണം, സീലടിക്കണം. അപ്രകാരം തന്നെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നതായ ചില പ്രത്യേകമായിട്ടുള്ള ചില നിയമാവലികളുണ്ട്. അതൊന്നറിയണം. സങ്കീർത്തനം വായിച്ചാട്ടെ മോളെ. 15 സങ്കീർത്തനം 1 മുതൽ കീഴോട്ടൊന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ആ മൈക്ക് കൊണ്ട് കൊടുത്തോ. കനത്ത 2 ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? സ്വർഗത്തിലേക്ക് പോകാനാണല്ലോ നമ്മളെല്ലാം ഈ കട്ടപ്പെട്ടും തയ്യാറപ്പെട്ടും നിന്നെ അവമാനമെല്ലാം സഹിച്ചു വന്നത്. അപ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ ചോദിക്കുക, ഒരു കൂടാരം ദൈവം അടിച്ചിട്ടുണ്ട്, ഇതിൻ്റെ തയ്യാറാ കയറുന്നവൻ മിടുക്കനാ. യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും? ആ ഉയരത്തിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. നരകത്തിൽ കുഴിയും ഉയരത്തിൽ പർവ്വതവുമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അടിയിൽ നിന്ന് നമ്മൾ മേലോട്ട് പറന്നുയരും. ആ പറന്നുയരുന്നത് കർത്താവിന്റെ ആ കൂടാരത്തിലേക്കാണ്, ആ പർവ്വതത്തിലേക്കാണ്. പർവ്വതത്തിന്റെ മുകളിലാണ് ഈ കൂടാരം വെച്ചിരിക്കുന്നത്. അതിലേക്ക് കൂട്ടത്തോടെ ഇന്റർനാഷണൽ ആയിട്ട് 224 ലോകരാജ്യങ്ങളിലുള്ള ദൈവത്തിന് സ്തോത്രം മൂക്കി ചിളങ്ങിയ നേപ്പാളി, ഹാലേലുയ കണ്ണ് ചെള്ളിയ ചൈനക്കാരനും തൊലി കറുത്ത ആഫ്രിക്കക്കാരനും ദൈവത്തിന് സ്തോത്രം തടിച്ചു കൊടുത്ത മലയാളിയും തൊലി വെളുത്ത അമേരിക്കക്കാരനും ഗൾഫുകാരനും എല്ലാം രൂപാന്തരം പ്രാപിക്കുമ്പോൾ തേജസ്സിന്റെ ശരീരമുള്ളവരായി കള്ളരിപ്പൻ മീശയും തൊപ്പിക്കോഴിയുടെ തലയും ആട്ടുമുട്ടന്റെ താടും വെടിമരുന്നിന്റെ വനവും പാക്കാൻ പഠിച്ചു കളഞ്ഞ പാൻറ്റും ഒക്കെ കളഞ്ഞ് മനുഷ്യക്കോലത്തോടുകൂടെ രൂപാന്തരം വന്ന് നിത്യത്തിൽ ചേർക്കപ്പെടും. സ്തോത്രം. ഹാലേലൂയ. നമ്മുടെ ഇടയിൽ യുവാക്കന്മാരുടെ ഇടയിൽ കാണുന്ന ഒരു പ്രത്യേക രൂപമാണ്. വല്ല ഈ ആ സമയത്തൊന്നും ഇറങ്ങി നടക്കരുത്, വല്ലവരും പിടിച്ചോണ്ട് പോകും മെഡിക്കൽ കോളേജിൽ പഠിക്കാനായിട്ട്. സ്തോത്രം. നല്ല കുടുംബത്തിൽ നല്ല സൂപ്പർ പിള്ളേർ, നല്ല എന്നാ കുഞ്ഞുങ്ങളാണെന്നറിയാമോ? നല്ല മുഖം, നല്ല ശരീരം, കാണാനൊക്കെ കൊള്ളാം. പക്ഷേ യുവമാരുടെ വേഷം എങ്ങനെ? തൊപ്പിക്കോഴിയുടെ തല, ആട്ടുമുട്ടന്റെ താടി, വെടിമരുന്നിന്റെ മണം, പാക്കാൻ കടിച്ചു പറിച്ച പാൻ്റെ. സ്തോത്രം. ഹാലേലൂയ. എന്നിട്ട് ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ പെൺകുട്ടികൾക്ക് വളരെ ഇഷ്ടമാകുന്ന, കുടുംബത്തിൽ ജനിച്ച പെൺപിള്ളേർന്ന് ഈ സാധനത്തിനെ നോക്കത്തില്ല. അവരെപ്പോഴും ആണുങ്ങളുടെ കരിയറയെ നോക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഇടപാട്, അവരുടെ സംസാരങ്ങൾ, അവരുടെ വൃത്തിയുള്ള ഒരു പെൺകുട്ടി ഒരു പുരുഷനെ സ്നേഹിക്കുമ്പോൾ ആദ്യമായി നോക്കുന്നത് അവൻ്റെ ഹെയർ സ്റ്റൈലോ അവൻ്റെ മുഖത്തെ സൗന്ദര്യമോ അല്ല, അവൻ്റെ കാല് ആദ്യം നോക്കുന്നത്. ഒരുത്തനെ അറിയണമെന്നുണ്ടെങ്കിൽ അവരെ കാല് നോക്കി വെച്ചാൽ മതി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്നിയലിയുടെ കാല് പോലെ നഖം വളർത്താതെയും കൈ നീട്ടിയും ദൈവത്തിന് സ്തോത്രം കറുത്ത ചരടും കെട്ടി അവിടെ ഇവിടെ പാണ്ടും കുത്തി കെവി
കുത്തി കമ്മൽ വിട്ട് ദൈവം സൂക്ഷിച്ച് നടന്നോണം. ആള് മാറി എങ്ങാനും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചത്ത റെയിൽവേ ട്രാക്കെ കിടക്കും. അതുകൊണ്ടുള്ള കാര്യം പറഞ്ഞേക്കാം, ഒരുവൻ ക്രിസ്തുവിലായവന് പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. ദൈവത്തിന് മഹത്വം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾക്ക് വെള്ളസാരിയുണ്ടോ, നിങ്ങൾ സ്നാനപ്പെട്ടോ, നിങ്ങൾ എത്ര രൂപ കൊടുത്തു, ഇതൊന്നും ദൈവം ചോദിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ദൗത്യങ്ങളാണ്. കർത്താവ് ചോദിക്കുന്നത്, നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് എനിക്ക് ഇടമുണ്ടോ, നീ മാനസാന്തരപ്പെട്ട ഹൃദയമാണോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കൂടാരത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ പാസ്സുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പാസിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് വായിച്ചത്. വായിച്ചാട്ടെ മുളകെ ഒന്ന് വായിച്ചു കുഞ്ഞേ. സ്തോത്രം. അങ്ങനെ വായിരുന്നു. നീ മുമ്പേ വായിച്ചത് മുമ്പേ കുഴൽക്കിണറി വീഴുന്ന പിള്ളേർ കിടന്ന് കരഞ്ഞതുപോലെ വചനം വായിച്ചത്. അങ്ങനൊന്നും വായിക്കരുത്. വചനം വായിക്കുമ്പോൾ അതിൻ്റെ ചില പവർഫുള്ളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ശക്തിയായിരിക്കണം. സഹോദരന്മാരെ ചിന്തിക്കണം. സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് ഒരു കനത്ത അടിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ശക്തനായ ഒരുത്തൻ ഈ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാണക്കേട് മാറുമായിരുന്നു, നിങ്ങൾക്ക് വചനം വായിക്കാമായിരുന്നു. അതുകൊണ്ട് നിങ്ങളും വചനം വായിക്കണം. കൊച്ചിനെ ഇട്ട് വിഷമിപ്പിക്കരുത്. വായിച്ചാട്ട മോളെ. സ്വത്രം. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പെന്തക്കോസുകാരന്റെ നടത്തിപ്പ് നിഷ്കളങ്കനായിരിക്കണം. ഹല്ലേലൂയ. ആരെയും ദ്രോഹിക്കാനോ ഒരു മനുഷ്യനും ഒരു ദ്രോഹം ചെയ്യാൻ പാടുള്ളതല്ല. ഞാൻ മല്ലപ്പള്ളിയിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് ഓട്ടോ പിടിച്ചു പോയി. ഓട്ടോക്കാരനെ ഞാൻ വിളിച്ചു. ഓട്ടോക്കാരൻ വന്നു. 25 രൂപയാണ് കൊടുക്കേണ്ടത്. ഞാൻ 23 കൊടുത്തുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നാളെ സ്റ്റാൻഡിൽ വരുമ്പോൾ 2 രൂപ തരാം. അയ്യോ വേണ്ട സാറേ, പൈസ ഒന്നും വേണ്ട, ഇത് മതി, സന്തോഷം. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ നാളെ വരും. അയാൾ പോയി, ഞാൻ വീട്ടിലും പോയി. പക്ഷേ അന്ന് രാത്രി ഞാൻ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മല്ലപ്പള്ളി പോയി. മല്ലപ്പള്ളി ചെന്ന് ഓട്ടോ സ്റ്റാൻഡ് മുഴുവൻ അരിച്ചു പെറുക്കി ആ ഹൈന്ദവനായ ഓട്ടോക്കാരനെ കണ്ടിട്ട് പറഞ്ഞു, ചേട്ടാ ഇന്നലത്തെ 2 രൂപ വേണ്ടേ? പ്രൈസ്. അയ്യോ ഇന്നലെ വേണ്ടെന്നാണല്ലോ പറഞ്ഞു. അവന് ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞു. ഇത് ചേട്ടൻ്റെ പൈസയാ, എനിക്ക് ആ 2 രൂപ വേണ്ട, ചേട്ടൻ്റെ കൈ ഇരിക്കട്ടെ. അയാൾ പറഞ്ഞ അയാളുടെ കൂട്ടുകാരനോട്, ഓട്ടോറിക്ഷക്കാരനോട് പറയാ, അയാൾ പെന്തക്കോസുകാരനാന്ന് തോന്നുന്നു, പാസ്റ്ററാന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, എനിക്ക് അവിടെ ഒരു സാക്ഷ്യം ലഭിക്കാൻ ഇടയായി. അവൻ പറഞ്ഞു പെന്തക്കോസുകാരൻ. അപ്പോൾ അവർ പല പാസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്, ഓട്ടോയിൽ കയറി കാശ് മുഴുവൻ കൊടുക്കാതെ അവൻ്റെ അപ്പനും വിളിച്ച് ഇവൻ്റെ അപ്പനും വിളിച്ച് ഉടക്കുണ്ടാക്കി പോയ പല പാസ്റ്റർമാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ 2 രൂപ കേസ് അത് തിരുത്താൻ ഈ അവസരം ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. നാണം കെട്ട പെന്തക്കോസുകാർ വൃത്തികെട്ട കാര്യം കാണിക്കുമ്പോൾ ജീവിതമുള്ള പെന്തക്കോസുകാരെത്തി നീ അനുഭവ സമ്പത്ത് കൊണ്ട് അവന്മാർ കാണിച്ച വൃത്തികേടിനെ തിരുത്തി എഴുതണം. ഹല്ലേലൂയ. എന്നാണ് അപമാനിക്കപ്പെട്ട ജനത്തെ, നിന്ദിക്കപ്പെട്ട ജനത്തെ മാന്യതയിലേക്ക് നടത്തുവാൻ എന്നെയും നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്നെ ചോദിച്ചാൽ, ഞാൻ എന്നാൽ 2 രൂപയ്ക്ക് വേണ്ടി ലാഭമായിട്ട് കരുതി, പിന്നെ 4, പിന്നെ 6 വേണ്ടി, പിന്നെ 10 രൂപയ്ക്ക് കള്ളം പറയും, പിന്നെ 100 പറയും, 1000 പറയും. അങ്ങനെ എൻ്റെ എമൗണ്ട് കൂടി സാമ്പത്തിക തിരിമറിയിൽ ഞാനൊരു പെരുങ്കള്ളനായിട്ട് മാറുകയും അവസാനം ദ്രവ്യാഗ്രഹിയായിട്ട് മാറുകയും പിന്നെ ഞാൻ കർത്താവിനെ മറന്ന് പണം പൊരിച്ചോ കൊഴിയും ചപ്പാത്തിയും എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം, ഇങ്ങനെയുള്ള ചിന്തകൾ ലോകത്തിലേക്ക് വന്നിട്ട് ലോകവുമായിട്ട് ഇഴുകിച്ചേർന്ന് ഈ വിലപ്പെട്ട രക്ഷയുടെ മാർഗവും സത്യസന്തോഷവും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോകും. എൻ്റെ പ്രാർത്ഥനാ ജീവിതം മങ്ങിപ്പോകും. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പറയണമെന്ന് പാസ്റ്റർ പറയുമ്പോൾ ശ്രമിക്കാം, പാസ്റ്ററെ നോക്കട്ടെ എന്നും പറഞ്ഞ് തൽക്കാലം തടിതപ്പും. ദൈവത്തിന് മഹത്വം. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല തീരുമാനം ഉണ്ടായിരിക്കണം. നിഷ്കളങ്കനായി നടന്ന് എൻ്റെ കുഞ്ഞ് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. സത്യം ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അത് ഹൃദയത്തിൽ നിന്ന് പുറത്തെടുക്കണം. അത് ഹൃദയദൃഷ്ടിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സത്യം ഉള്ളിലാണ് ഇരിക്കുന്നത്. അതാണ് ദാവീദ് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, ചെളിവാരി തേച്ച ഒരു ഹൃദയമല്ല എനിക്ക് വേണ്ടത്, എനിക്കൊരു ഹൃദയം വേണം. നിർമ്മലമായ ഒരു ഹൃദയം നൽകി സ്ഥിരമായ ആത്മാവിനെ എനിക്ക് നൽകുമാറാകണമേ. സ്തോത്രം. അനന്യാസ് സഹോദരനും കൂടെ ഒരു വസ്തു കച്ചവടം നടത്തി, ഒരു പ്രോപ്പർട്ടി വിറ്റു. വിൽക്കുന്നതിന് മുമ്പായിട്ട് ഒരു തീരുമാനം എടുത്തു, ഞങ്ങള് ഈ വസ്തു വിൽക്കുന്ന പൈസ മുഴുവൻ പത്രോസ് അപ്പോസ്തലന്റെ കാൽക്കൽ കൊണ്ടുവച്ച് ഞെരുക്കത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും കഴിയും ദൈവജനത്തിനും കർത്താവിന്റെ വേലക്കാർക്കും ഞങ്ങൾ കൊടുക്കും, പിന്നെ അവരെന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു തീരുമാനം ഇവർ നേരത്തെ എടുത്തു. അന്ന് അങ്ങനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പ്രകാരം ഒരു വസ്തു ഇവർ വിറ്റു. അച്ഛനും അമ്മയും കൂടെ ആലോചിച്ച് വസ്തു വിറ്റു, നല്ല വിലയും കിട്ടി. കാശ് കൈ വന്നു കഴിഞ്ഞപ്പോഴത്തേന് രണ്ടിന്റെ പ്ലാൻ മാറി. ദൈവത്തിന് സ്തോത്രം. തീരുമാനങ്ങളൊക്കെ അയഞ്ഞു. അച്ഛൻ അമ്മാമ്മയോട് പറഞ്ഞു, എടി ഇതെല്ലാം കൂടെ കൊണ്ടാകും ഉപദേശികളെ കുത്തി കയറ്റി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അത് കുറച്ചെടുത്ത് മാറ്റി ബാക്കി കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് മതി. ഒരു കാര്യം ചെയ്യ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ആദ്യം ഇതും കൊണ്ട് പോകും, എന്നിട്ട് ഞാൻ പുറകെ വരാം. നമ്മൾ രണ്ടും കൂടെ ചെന്ന് കഴിയുമ്പോൾ സംശയം തോന്നിയാലോ? രണ്ടും കൂടെ അകത്ത് നിന്നുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റും തിരിമറിയും കുട്ടിക്കളിയും ചുറ്റിക്കളിയും നടത്തിയ ശേഷം അതിൻ്റെ അകത്ത് നിന്ന് ഉപദേശിയെ കളിപ്പിക്കാനായിട്ട് തുപ്പൽ തൊട്ട് വാച്ച് ഏകായും കൊണ്ട് അവിടെ ചെല്ലുക. അവിടെ ഉണർവോ നടന്നുകൊണ്ടിരിക്കുക. അവിടെ പത്രോസ് എഴുന്നേറ്റുന്ന 15 ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. അന്നേരമാണ് പതുക്കെ പുള്ളിക്കാരൻ പുറത്ത് വന്നേച്ച് പതുക്കെ വലിഞ്ഞു കയറി അകത്ത് വന്നിരുന്നു. ഇരുന്നപ്പോഴേ പ്രസംഗത്തിനിടെ കയറി ഇരുന്നപ്പോഴേ പത്രോസ് അപ്പോസ്തലൻ ചോദിച്ചു, ഇത്രയ്ക്കാണോ മാത്തുക്കുട്ടി സ്ഥലം വിട്ടത്? സ്തോത്രം.
കറക്റ്റ് തുക അങ്ങോട്ട് ചോദിച്ചവൻ പറഞ്ഞു, അതെ, സ്തോത്രം. അതിന്റെ വിലയിൽ നിന്നും കുറച്ചെടുത്തു മാറ്റാൻ സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? അപ്പം പിശാച് കൈവശമാക്കുന്നത് എന്താ? നമ്മുടെ കാലും കൈയൊന്നും അല്ല, ഹൃദയത്തെയാണ് അവൻ കൈവശമാക്കുന്നത്. അനന്തരം ഇസ്രായേലിന് വിരോധമായിട്ട് എണ്ണുവാൻ സാത്താൻ ദാവീദിന്റെ ഹൃദയത്തിലാ തോന്നിച്ചത്, അവന്റെ ഹൃദയത്തിലാ തോന്നിച്ചത്. കരടിന്റെ അകത്തും കിഡ്നിക്കകത്തും തലച്ചോറിന്റെ അകത്തും പാൻക്രിയാസിലും അല്ല, പിന്നെ എവിടെയാ? ഹൃദയത്തിലാണ് പ്രവർത്തിച്ചത്. സാത്താൻ അറിയാം, ഹൃദയം കരസ്ഥമാക്കിയാൽ ഇവൻ അവിടെ സത്യദൈവത്തെ കയറ്റി ഇരുത്തത്തില്ല. അതുകൊണ്ട് ഇവന്റെ ഹൃദയത്തിന്റെ അകത്ത് പകയും ദുഷ്ടതയും വൈരാഗ്യവും എല്ലാം കുത്തി നിറച്ച് ഒരു കുഴഞ്ഞ ബിരിയാണിയാക്കി മാറ്റണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, ആത്മാവിന്റെ ഫലം സ്നേഹം, സമാധാനം, സന്തോഷം, ദയ, വിശ്വസ്തത, പരോപകാരം, ഇന്ദ്രിയം, ഇതെല്ലാം ഹൃദയത്തിൽ നിറയേണ്ട സ്ഥാനത്ത് ജഡത്തിന്റെ പ്രവൃത്തികളോ ആഭിചാരം, പക, പിണക്കം, ദ്വന്ദ്വപക്ഷം, മദ്യപാനം, മന്ത്രവാദം, ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികളാണ്. ഇതെല്ലാം ഇതിന്റെ അകത്ത് കയറ്റിയിടും. ഇഷ്ടമുള്ളതെന്ന് രാത്രി ഇട്ടുകൊണ്ട് പോകാം. പ്രൈസലോ. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. ഓ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട അനന്യാസേ, സത്യത്തിന് വേണ്ടി നിൽക്കേണ്ട നീ പണം കയ്യിൽ വന്നപ്പോൾ നിന്റെ പാപം മാറി, രൂപം മാറി. നീ ജനത്തെ മറന്നു, ദൈവത്തെ മറന്നു, തീരുമാനത്തെ മറന്നു, അപ്പോസ്തലന്മാരെ മറന്നു. പണം നിന്റെ സത്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നതാണ്. ദൈവത്തിന് പണത്തിന്റെ പേരിൽ എത്ര കൊലപാതകങ്ങൾ നടക്കുന്നു. മലയാള മനോരമയിലും കേരള കൗമുദിയിലും ദേശാമതിയിലും നാളെ നോക്കൂ, പണത്തിന്റെ പേരിൽ ഒരു കൊലയെങ്കിലും കാണും, ഒരു കത്തിക്കുത്ത് കാണും, ഒരു സ്ത്രീപീഡനം കാണും, എന്തെങ്കിലും ഒരു കേസ് കാണും. എല്ലാം പണത്തിനു വേണ്ടി അഴിമതിയും കൈക്കൂലിയും കൊള്ളയടിയും കൊണ്ട് കേരളം മുടിഞ്ഞു തകർന്നുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന കുഞ്ഞെ, ഒരു രാജ്യം ദൈവം സ്ഥാപിക്കാൻ പോകുകയാണ്. അതിനുവേണ്ടിയുള്ള പ്രജകളായി ദൈവം നമ്മളെ ഇലക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കാൽവറിയിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2 സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. ഒരു ഭാഗത്ത് സാത്താൻ, മറുഭാഗത്ത് യേശുക്രിസ്തു. ഇന്നും യേശുക്രിസ്തുവിന്റെ ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. സകല ജാതികളും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അനവധി ലക്ഷങ്ങളും കോടികളും ലോകരാജ്യങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാത്താൻ ഓടിച്ചിട്ട് നോക്കിയിട്ട് അവന് ആത്മാക്കളെ കിട്ടുന്നില്ല. അവന്റെ കുറച്ച് ആൾക്കാരുമായിട്ട് ഉള്ളവരെ തെറ്റിക്കാൻ അലറുന്ന സിംഹം പോലെ നടക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, കർത്താവിലും അമിതബലത്തിലും നീ ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഏദനിൽ മറന്നുപോയ, ഏദനിൽ മങ്ങിപ്പോയ, ഏദനിൽ മാറിപ്പോയ, കാണാൻ സാധിക്കാത്ത മുഖം ക്രൂശിന്മേൽ വെച്ച് ദൈവമായ കർത്താവായ യേശുവിന്റെ മുഖം, രക്ഷകനായ യേശുവിന്റെ മുഖം മനുഷ്യവർഗം മുഴുവൻ കണ്ടു, ശിഷ്യന്മാർ മുഴുവൻ കണ്ടു. അപ്പോഴാണ് യേശു പറഞ്ഞതാണ്, നിങ്ങൾ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ള കണ്ണ്. എന്നെ ഒന്ന് കാണാൻ പഴയ നിയമത്തിലെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും യഹൂദ രാജാക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ ആഗ്രഹിച്ചു. പക്ഷെ അവർക്കാർക്കും കാണാൻ സാധിച്ചില്ല. പക്ഷെ നിങ്ങൾ ഭാഗ്യമുള്ളവരാ, നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് പറ്റിയല്ലോ. നിഷ്പാപ യുഗത്തിലും മനുഷ്യഭരണ യുഗത്തിലും മനസാക്ഷി യുഗത്തിലും ന്യായപ്രമാണ യുഗത്തിലും ഒന്നും ആർക്കും ദൈവത്തെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കൃപായുഗത്തിൽ ദൈവം തന്റെ സ്വരൂപത്തിൽ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഫേസ് ടു ഫേസ് കണ്ടു, തൊട്ടു, സ്പർശിച്ചു, അവന്റെ ശക്തി പ്രാപിച്ചു, അവൻ സംസാരിച്ചു, അവനോടൊപ്പം ഭക്ഷണം കഴിച്ചു, അവൻ ജനത്തിന്റെ ഇടയിൽ ഇടന്നു. ദൈവത്തിന് സ്തോത്രം. കൃപയും ശക്തിയും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അനന്യാസം സഫീറയും ചെയ്ത തെറ്റ് ഗുരുതരമായിരുന്നു. സാത്താൻ തന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? ഈ സംഭവത്തോടുകൂടെ തന്നെ ആ ക്ഷണത്തിൽ തന്നെ ഇവന് താഴാം, വീഴാം, ക്ഷമ പറയാം, ദൈവത്തോട് ഏറ്റുപറയാം, തെറ്റുകളെ ചങ്കത്ത് കൈവച്ച് ഏറ്റുപറയാം. ക്ഷമ പറയുന്നവരെ, ഏറ്റുപറയുന്നവരെ, അനുദപിക്കുന്നവരെ മാറോട് ചേർക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് പുതിയ നിയമത്തിലെ നമ്മുടെ ജീസസ് ക്രൈസ്റ്റ്. പക്ഷെ അനന്യാസ് അതിന് തയ്യാറായില്ല. അവൻ ക്ഷമ ചോദിക്കാൻ തയ്യാറായില്ല, താഴാൻ തയ്യാറായില്ല, അവന്റെ തെറ്റ് അവൻ ഏറ്റുപറയാൻ ദൈവസന്നിധിയിൽ തയ്യാറായില്ല. അവൻ വീണ്ടും പ്രൈസലോ താൻ പിടിച്ച മുയലിന് 2 കൊമ്പെന്നും പറഞ്ഞു നിന്നു. ആ ക്ഷണത്തിൽ അവൻ മരിച്ചവിടെ വീണെന്നുള്ളതാണ്. മരണം ചോദിച്ചവൻ വാങ്ങി. പ്രൈസലോ. അവൻ ജീവന്റെ നാശം അവൻ ചോദിച്ചു വാങ്ങി. ഏതെങ്കിലും അതാണ് സംഭവിച്ചത്. ആദം ഹവ്വ ദമ്പതികൾക്ക് സംഭവിച്ച വിഷയത്തിൽ അവർ രണ്ടുപേരും ദൈവത്തോട് ക്ഷമാപണം ചെയ്ത് താണു വീട് കരഞ്ഞിരുന്നുവെങ്കിൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവർ താഴാൻ തയ്യാറായില്ല, ക്ഷമ ചോദിക്കാൻ തയ്യാറായില്ല. രണ്ടുപേരും പരസ്പരം പഴിയാരിക്കൊണ്ടിരുന്നു. ദൈവം ആദാമിനോട് ചോദിച്ചു, നീ ചെയ്തതെന്ത്? സ്ത്രീ എനിക്ക് തന്നു, ഈ നിൽക്കുന്ന ഇവളൊറ്റ ഒരുത്തിയാ എനിക്ക് തന്നെന്ന് പറഞ്ഞു. കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ ഏത് എന്തിനാ അവന് കൊടുത്തത്? സ്തോത്രം. ഉടനെ പറഞ്ഞു, അത് ഞാൻ എടുത്തതല്ല, ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ഏതാ ബാഗ് എന്ന് അറിയത്തില്ല, കയറ് പോലെ നീണ്ടിരിക്കും, ആ സാധനം എനിക്ക് ആപ്പിൾ പോലെ പിടിച്ചു തന്നു, തിന്നാൽ അങ്ങയെ പോലെ ആകുമെന്നാണ് പറഞ്ഞത്. തീറ്റി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു.
സ്തോത്രം. സാത്താൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ പഴി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെ ഗ്ലാമർ ഉള്ളവരായിട്ട് മാറും, ഉന്നതന്മാരായിട്ട് മാറും, നല്ല ഇതാവും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാ ഇങ്ങനെ തരാൻ പറഞ്ഞു. അങ്ങനെ സഹോദരി മേടിച്ച് പകുതി നിന്നപ്പോൾ ഞാൻ മാത്രം അങ്ങനെ സുന്ദരിയായി ഇരിക്കണ്ട, അച്ചായന് നല്ല ഗ്ലാമറായിട്ട് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അച്ചായനുള്ള വീതം അവിടെ മാറ്റി വെച്ച് ആ പങ്കങ്ങ് മാറ്റി വെച്ചു. അച്ചായൻ പറമ്പിൽ പോയി വേലപ്പണിയും ചെയ്ത് വെച്ച് വന്നപ്പോഴത്തേന് ദൈവത്തിന് സ്തോത്രം തീറ്റയും കഴിഞ്ഞ് നാക്കും കുടഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക. എന്നപ്പോൾ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സാധനം? ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആരാ ഗസ്റ്റ്? പ്രൈസ് ദി ലോർഡ്. അച്ചാൻ അറിയത്തില്ല, ഒരു പുതിയ ആളാ. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ നമ്മളെപ്പോലൊന്നും അല്ല ഇരിക്കുന്നത് കേട്ടോ. അച്ചായ നീണ്ടായിരിക്കുന്നത്, ഫ്രണ്ട് ഏതാ ബായിക്കാന്ന് അറിയത്തില്ല, ഒരറ്റം വലുതാ മറ്റേ ഓഞ്ഞായിരിക്കുന്നത്. സ്തോത്രം. അതെന്ത് തന്നു? ഈ പഴം തന്നു, ഇത് കഴിച്ച് നമ്മൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. ദൈവം ഇവിടെ വരുമല്ലോ 4 മണിക്ക്, അതുകൊണ്ട് നമുക്ക് ദൈവത്തെ പോലെ ആകാം. അപ്പം 3 ദൈവമാകും, ദൈവങ്ങളെ എണ്ണം കൂടും, നമുക്ക് 3 ദൈവം ആകും എന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ച് കഴിച്ചു തന്നു പറഞ്ഞു. സ്തോത്രം. സാത്താൻ അവരെ വഞ്ചിച്ചു, പിശാച് വഞ്ചിച്ചു. കുടുംബം കലക്കിയ ശേഷം തന്ത്രങ്ങളെ പൂർണ്ണമാക്കി ചതിക്കകത്ത് വീണ ശേഷം ഇവൻ മാറി നിന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് മുഖാന്തരം 2 പേരെയും ദൈവം തമ്പുരാൻ ആ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. സാത്താനോട് പറഞ്ഞു, നിന്റെ ജീവിതകാലം മുഴുവൻ നീ പ്രൈസല നിലത്തെ പൊടി നക്കി ജീവിക്കത്തേ ഉള്ളൂ. നിനക്ക് മേൽഗതി ഉണ്ടാകത്തില്ല. നീ ഈ കുടുംബത്തോട് കാണിച്ച ദ്രോഹ നിമിത്തം നിനക്കൊരിക്കലും മേൽഗതി ഉണ്ടാകത്തില്ല. നേരത്തെ മേൽഗതി ഉണ്ടാകത്തില്ല. മോളിൽ നിന്ന് തലയും കുത്തി താഴെ വീണതാ. 1-ാം തരം കസേരയിൽ ആടയാഭരണങ്ങളുമായി കിരീടങ്ങളൊക്കെ വെച്ച് സ്വർണ്ണ കമ്മലുകൾ സ്വർണ്ണ വടികളും ഒക്കെ വെച്ച് ഇവനെ തീർത്ത നാളിൽ പൊന്നുകൊണ്ടുള്ളതായിരുന്നു. യെഹെസ്കേൽ 28 അങ്ങനെ, യെശയ്യാവ് 14 അങ്ങനെ. പ്രൈസല നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. ഭീമാ ജ്വല്ലറിയും ആലിക്കാസും ഒന്നിച്ചുകൂടി ലൂലു ഗ്രൂപ്പും കൂടെ ഒന്നിച്ചുകൂടി കൊടുത്താലൊന്നും ഇവന്റെ ദേഹത്തിടാനുള്ള സ്വർണം തികയത്തില്ല. അതുപോലെ ഗോൾഡ് കൊണ്ട് തമ്പുരാൻ ഇവനെ സ്നേഹിച്ച്, ഇവനെ അധികമായി ആഴമായി സ്വർഗത്തിലെ ദൈവം സ്നേഹിച്ച് ഇവന് പൊന്നും സൗന്ദര്യവും. ഇവൻ പാട്ടുകാരനായിരുന്നു കേട്ടോ. ഇവൻ വലിയ സംഗീതജ്ഞനായിരുന്നു. ഇവൻ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂപായിരുന്നു. ഇവനങ്ങോട്ട് ചിറക് ഇങ്ങോട്ട് വിടർത്തി അങ്ങോട്ട് മറച്ചു കഴിഞ്ഞാൽ 72 മേളകർത്ത രാഗങ്ങളൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ പാടി പാട്ടിന്റെ ലീഡറായി, സംഗീതത്തിന്റെ ലീഡറായി, കൊയറിന്റെ ലീഡറായി സ്വർഗത്തെ ഇളക്കി മറിക്കുന്ന ഉണർവ് ഗായകനായിരുന്നവൻ. സ്തോത്രം. എന്താണ് സംഭവിച്ചത്? ഇത്രയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കൊടുത്തവനിട്ട് അവൻ തിരിച്ചു കടിച്ചു. സ്തോത്രം. ഒരു ദിവസം സാത്താൻ അവന്റെ ഉള്ളത്തിൽ പറഞ്ഞു, ഞാൻ അത്യുന്നതനോട് സമനാകും, ദൈവമൊന്നും എൻ്റെ മുമ്പിൽ ഇല്ല, ഞാൻ അവനെക്കാട്ടിലും വലുതനാകും, എൻ്റെ സിംഹാസനം അതിൻ്റെ മേലെ ഞാൻ വൽക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഹൃദയത്തിലാണ് പറഞ്ഞത്. നടക്കാനുള്ള കാര്യങ്ങളെ അട്ടിമറി ശ്രമം ഹൃദയത്തിൽ പറഞ്ഞത്. സകല ഹൃദയങ്ങളെ അറിയും ദൈവം ഹൃദയത്തിൽ കണ്ടുപിടിച്ചു. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഹൃദയത്തിൽ പറയുന്നത് അതാത് സമയത്ത് ഗ്രഹിക്കുന്ന ഒരു ദൈവമാ ദൈവം. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ കണ്ണ് എല്ലായിടത്തുമുണ്ട്, ആകാത്തവരെ നല്ലവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശൗലിനെ രാജാവാകുവാനായിട്ട് ശമൂവേൽ പ്രവാചകൻ നാട്ടുകാരും ദേശത്ത് മുഴുവൻ നോക്കി. പ്രിയ സഹോദരങ്ങളെ, ശൗലിനെ കാണാൻ സാധിച്ചില്ല. ആകെ വിഷമിച്ചു. ശൗലെവിടെ? യഹോവയായ ദൈവത്തോട് ശമൂവേൽ പ്രാർത്ഥിച്ചപ്പോൾ അവനിവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, ഇവിടെ സാമാനങ്ങളുടെ ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. പെന്തക്കോസിന്റെ അതൊരിക്കലും ഒളിച്ചിരിക്കരുത്, ദൈവസന്നിധിയിൽ ഒളിച്ചിരിക്കരുത്. തുറന്ന മനസ്സോടും തുറന്ന ഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ കർത്താവിന്റെ ഒരിക്കലേക്ക് കടന്നു വരൂ. ദൈവം നിന്റെ നിന്ന മാറ്റി നിനക്ക് തേജസ് നൽകി, നിന്റെ കഷ്ടപ്പാടും പ്രയാസവും മാറ്റി ആത്മാവിന്റെ സന്തോഷവും മനസമാധാനവും നൽകി നാടിന്റെ നടുവിൽ നിന്നെ നിർത്തുവാൻ കഴിയുന്ന ദൈവം ആ സ്വർഗത്തിലെ ദൈവം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. 91 സങ്കീർത്തനം കൊണ്ട് നിന്റെ മാരിക്കോരി പൊതിഞ്ഞു വെക്കും. എങ്ങനെ? അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ നിഴലിൽ നിന്നെ കാക്കും. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും നിന്നോട് അടുത്ത് വരികയില്ല. 51 സങ്കീർത്തനത്തിലൂടെ നിന്നെ കഴുകി വെടിപ്പാക്കും. ദൈവമേ, ഞാൻ നിന്നോട് പാപം ചെയ്തു, പിന്നെ കനുഷ്യമായുള്ളത് ചെയ്തു, നിർമ്മലമായൊരു ഹൃദയം തന്നെ നല്ല ആത്മാവിൽ നേരുള്ളതായി ഇത് നടത്തണമേ. യിരെമ്യാ പ്രവാചകൻ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഹൃദയം സകല കപടവും ദുഷ്ടതയും നിറഞ്ഞത് അതാരാന്നറിയുന്നവൻ ഞാൻ. യഹോവയായ ദൈവം ഞാൻ ഹൃദയങ്ങളെ അന്തേന്ദ്രിയങ്ങളെ ശോധന ചെയ്ത് ഓരോരുത്തരും അവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുന്നു. ദൈവത്തിന് മഹത്വം. പാപം ആരംഭിക്കുന്നത്, വഞ്ചന ആരംഭിക്കുന്നത്, നുണ ആരംഭിക്കുന്നത്, അഹങ്കാരം ആരംഭിക്കുന്നത്, ദ്രവ്യാഗ്രഹം കടന്നു വരുന്നത്, കൊലപാതകം കടന്നു വരുന്നത്, അകൃത്യങ്ങൾ കടന്നു വരുന്നത് ബാംഗ്ലൂരിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ അല്ല. അത് നിന്റെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് തന്നെയാണ് സാത്താൻ പൊക്കിക്കൊണ്ട് വരുന്നത്. നീയോ അതിനെ കീഴടക്കണം. പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, നീയോ അതിനെ കീഴടക്കണം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കയ്യിലൂടെ യഹോവയായ ദൈവം പറഞ്ഞു, പാപം നിന്റെ വാതിക്കലാ കിടക്കുന്നത്, നീയോ അതിനെ അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. പ്രൈസ് ദി ലോർഡ്. കീഴടക്കാൻ കഴിയുന്ന വചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആത്മാവ് കൊണ്ടും വിശുദ്ധി കൊണ്ടും ഈ ദിവസങ്ങളിൽ പാപത്തിന്റെ ശക്തിയെ കീഴടക്കി പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി നീ പറന്നു പൊങ്ങിയാൽ നടക്കാത്ത ചില കാര്യങ്ങൾ കാണുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. ദൈവത്തിന് സ്തോത്രം. യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ യോർദാൻ വിട്ടു മടങ്ങി.
അങ്ങോട്ട് പോയതും പരിശുദ്ധാത്മാവോട്, ഇങ്ങോട്ട് വന്നതും പരിശുദ്ധാത്മാവോട്. നാളുകളായി പാട്ടിനും പ്രാർത്ഥനയ്ക്കും കടന്നു വരുന്നുണ്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെയും പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണവും നിലവും നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. രാഷ്ട്രീയ കാര്യങ്ങളും ലോകകാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും കടന്നു വരുന്നുണ്ടിരുമ്പോൾ ലോകത്തിലെ കുറച്ച് ആൾക്കാർ റേഷൻ കടയിലോ മീൻ ചാപ്രയിലോ അല്ലെ സിറ്റിയിലോ എവിടെങ്കിലും സംസാരിക്കുമ്പോൾ അതിൻ്റെ അകത്തോട്ട് പെന്തക്കോസുകാരാ വീണ്ടും ജനനം പ്രാപിച്ച് കുഞ്ഞെ നീ അങ്ങോട്ട് കയറി ചെന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഉമ്മൻചാണ്ടിയുടെ വരണമെന്നൊക്കെ പറഞ്ഞൊരു വലിയ ക്ലാരിറ്റി വരണമായിരുന്നു. പിണറായി ഒന്നുമില്ല. നിനക്കിത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അത് അവന്മാർ തമ്മിൽ അടിച്ചു പിരിച്ച് പറഞ്ഞേച്ച് എങ്ങനെയല്ലും പോട്ടെ, നിനക്കിത് പറയേണ്ട കാര്യമല്ല. നിനക്കവിടെ ഒരു സോഴ്സ് കിട്ടുകയാണെങ്കിൽ സമാധാനത്തെക്കുറിച്ചും രക്ഷകനെക്കുറിച്ചും യേശുവിനെ കുറിച്ചും പറ. അതിനൊരു പ്രതിഫലം സ്വർഗത്തിൽ നിനക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പലർക്കും പല ക്ഷീണമാണെന്ന് തോന്നുന്നു, എന്നാന്ന് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ചിലർ സാമ്പത്തിക ഒരു സുഖമില്ല പാസ്റ്ററെ, സ്തോത്രം. ചിലർക്ക് മാനസിക ക്ഷീണം, ശാരീരിക ക്ഷീണം. ദൈവത്തിൻ്റെ സ്തോത്രം. ചിലർക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചില വ്യക്തികളെ പേടിയാ. അങ്ങയുടെ മുഖം കണ്ടു കഴിയുമ്പോൾ അവർക്ക് പേടി വരിക. ചില വീട്ടിൽ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൺകുട്ടിയും പെൺകുട്ടിയും കയറി വരുമ്പോൾ അവരുടെ മുഖത്ത് ഭയങ്കര പേടിയാ. ലാബാന്റെ മുഖം വാടുന്നത് കണ്ടപ്പോൾ യാക്കോബിന് കാര്യം മനസ്സിലായി. നേരത്തെ ഒന്നുമല്ല. നേരത്തെ വീട്ടിലേക്ക് വന്നപ്പം മമ്മി, ഡാഡി, ചാച്ച, മമ്മി എന്നാ സ്നേഹവും ലവൊക്കെ ആയിരുന്നു. യോ എൻ്റെ കുഞ്ഞെ നീ എവിടെ ആയിരുന്നടി? ഒന്നുമില്ല. രണ്ട് ഉമ്മയൊക്കെ കൂടെ എന്തൊരു സ്നേഹമായിരുന്നു അങ്ങോട്ട് കുടിച്ച്. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്താനുണ്ടല്ലോ അമ്മായി അമ്മയുടെ പ്രൈസുള്ള തട്ടുകട പൊറോട്ടായിക്ക് മാവിടിച്ചതുപോലെ ആയി. ദൈവത്തിന് മുഖം ചളങ്ങി പറഞ്ഞ് ഇപ്പം മരുമോളോട് വലിയ സ്നേഹമൊന്നുമില്ല. അവളും വലിയ പുറകോട്ടൊന്നും അല്ല. അവളും ഇടയ്ക്കിടയ്ക്ക് ഓരോ താങ്ങ് കൊടുക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവിടെ ഒരു യുദ്ധം കഴിഞ്ഞ ശേഷം ഇവിടെ കിടന്ന് സാത്താനോട് യുദ്ധം നടത്തുന്നത്. അങ്ങനെ 2 യുദ്ധമാ. വീട്ടിലൊരു യുദ്ധം, ഇവിടെ ഒരു യുദ്ധം. ഈ യുദ്ധമെല്ലാം കണ്ട് ആർക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നോർത്ത് ദൂതൻ അവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക, ദൈവപക്ഷത്ത് നിൽക്കുന്നവർക്ക് ഒരു ദോഷവും സംഭവിക്കത്തില്ല. യഹോഭക്തനൊരു ദൃഢനിശ്ചയമുണ്ട്, അവന്റെ മക്കൾക്കും ശരണമുണ്ടാകും. നീതിമാന്റെ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. പാറപ്പിളർപ്പുകൾ കുഴിമുയലുകൾക്ക് പാർപ്പിടമാണ്. അത് ശത്രുക്കളിൽ നിന്ന് തന്നെ രക്ഷിക്കുന്നു. കുഴിമുയൽ എന്ന് പറയുന്ന ഒരു കൂട്ടം മുയലുകളുണ്ട് ഇസ്രായേലിൽ. അങ്ങനെ ഈ പാറയുടെ പിളർപ്പിന്റെ അകത്ത് ഒരു മുയല് കുഴി ഉണ്ടാക്കും. കുഴി ഉണ്ടാക്കുന്നത് അതിൻ്റെ ഈ ബോഡി കയറിപ്പോകാനുള്ള ആ വ്യാസം അത് കണ്ടുപിടിക്കും. കറക്റ്റായിട്ട് അതിൻ്റെ അകത്തോട്ട് ഓടി ഇങ്ങോട്ട് വന്ന് അകത്തോട്ടം കയറി അങ്ങ് പോകും. അതിൻ്റെ ആ കറക്റ്റ് വലിപ്പത്തിന് അത് വെച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? അത് അതിനെക്കാട്ടിലും വലിപ്പത്തിൽ അതിൻ്റെ ആ തുരങ്കം ഉണ്ടാക്കിയിരുന്നാൽ അതിന് വലിയ ചെന്നായും കുറുക്കനും ഇതിനെ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഇവൻ അകത്തോട്ട് കയറിയ കൂടെ മറ്റവനും അകത്തോട്ട് അങ്ങ് കയറും. പ്രൈസറോ. അപ്പൊ അത് കയറാതിരിക്കാനായിട്ട് മൊയിലിന്റെ വലിപ്പം മാത്രമേ അത് ഉണ്ടാകത്തുള്ളൂ. അപ്പം കുറുക്കൻ ഓടിച്ചോണ്ട് വരും, ചെന്നാ ഓടിച്ചോണ്ട് വരും. 2 മൊയിലിനെ ഇട്ട് ഓടിച്ചു. മൊയിൽ ചാടി ചാടി ഓടി ജീവനോടെ എന്ന് ഇതിനകത്തോട്ട് അപ്പുറത്തോട്ട് ഇറങ്ങും. മറ്റേ പുള്ളി തൊട്ട് പുറകെ ഉണ്ട്. വന്ന ഹൈ സ്പീഡിൽ ഈ പുള്ളി അങ്ങോട്ട് ശക്തിയോടെ അങ്ങോട്ട് ചെന്ന് കയറും. ദൈവത്തിന് സ്തോത്രം. പകുതി പുറത്തേക്ക് കിടക്കും, പകുതി അടക്കം കിടക്കും. സ്ട്രക്കായിട്ട് അവിടെ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. നിന്നെ പിന്തുടർന്ന ചില ശക്തികളും വ്യക്തികളും ഇങ്ങനെ ഉടക്കി നിൽക്കുക. ഒന്നെങ്കിൽ അകത്തോട്ട് പോകാനും വരാ, പുറത്തോട്ട് പോകാൻ വരാ. ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ കണ്ണുകൊണ്ട് കാണും. പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും വിടുവിക്കപ്പെടുന്നത് പോലെ ക്ഷണത്തിൽ വിടുവിക്കപ്പെട്ട എത്രയോ നിമിഷങ്ങളുണ്ട്. പ്രൈസ് നീ ചെന്ന് ചാടേണ്ട കുരുക്കിൽ വേറെയാളെ ദൈവമാക്കി. യോബിന്റെ ഭവനം എന്ന് പറയുന്നത് ഒരു നല്ല ഭവനമായിരുന്നു. ആത്മീയമായിട്ട് തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണമെന്നും ദൈവഭയത്തോടെ ജീവിക്കണമെന്നും ആഗ്രഹമുള്ള ഒരു ദൈവദാസനായിരുന്നു യോബ്. അതിനുവേണ്ടി അദ്ദേഹം ആഴ്ചവട്ടം വരുമ്പോൾ, ജന്മദിവസം വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആ ഭവനത്തിലുള്ള എല്ലാ മക്കളെയും തന്റെ 10 മക്കളെയും വിളിച്ചിട്ട് അവർ പാപം ചെയ്ത് അവർ ദൈവത്തോട് പാപം ചെയ്ത് ഹൃദയത്തിൽ നിന്നും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം പാപം ചെയ്ത് കഴിയുമ്പോൾ ഹൃദയത്തിന്റെ അകത്തും ദൈവസാന്നിധ്യം ഇറങ്ങിപ്പോകും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അവരെ കൂട്ടി ഒരു പ്രാർത്ഥന നടത്തുമായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും കറക്റ്റ് ചെയ്താ പോയിക്കൊണ്ടിരുന്നത്. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, യഹോവ ഇന്നെല്ലാം അവനെ വിടുവിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ കർത്തൃമേശ എടുത്തതുകൊണ്ടോ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. എന്നാൽ ചില പ്രശ്നങ്ങൾ നിങ്ങളെ കൊടുങ്കാറ്റ് പോലെ വേട്ടയാടുമ്പോൾ ആ തീച്ചുളയെ നല്ല നാനാവൽ വെളിപ്പെട്ട് ആ പ്രശ്നത്തിലൂടെ ചിലത് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും. അതിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ നൽകുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്.
അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്രയിലും ഞാൻ എന്തെല്ലാം കഷ്ടങ്ങൾ സഹിച്ചു, എന്റെ കർത്താവ് ഇന്നെല്ലാം എന്നെ വിടുവിച്ചു. ദൈവത്തിന് മഹത്വം. കപ്പലടക്കം കപ്പൽ ഒന്നിലൂടെ കടവ് ഇതെല്ലാം സംഭവിച്ചു. അവിടുന്ന് എല്ലാം എന്റെ ദൈവം എന്നെ വിടുവിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്റെ ഒന്നാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു. എന്റെ അപ്പാപ്പന്റെ മക്കളോ കൊച്ചമ്മയുടെ മക്കളോ കുഞ്ഞമ്മയുടെ മക്കളോ ഒരുത്തനും ചാച്ചാൻ പെന്തക്കോസിലായി, ഞങ്ങളെല്ലാം പിന്നിലോട്ട് ചാച്ചാൻ ഫ്രണ്ടിലോട്ട് പോക്കും, അപ്പോസ്തലനല്ലേ പ്രസംഗിച്ചു, ഞങ്ങളെല്ലാം പിന്നിലുണ്ടെന്ന് ഒരൊറ്റ ഒരുത്തം പോലും പറഞ്ഞില്ല. ഏകനായിട്ട് ക്രിസ്തു മാത്രം കണ്ടുകൊണ്ട് തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ പിന്തുണയോടുകൂടി മാത്രം അദ്ദേഹം മുമ്പോട്ട് സുവിശേഷം അറിയിച്ചു. പൗലോസ് പറയുകയാണ്, എന്റെ ഒന്നാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു. ധാരാളം കമ്പനി എനിക്കുണ്ടായിരുന്നു, കൂട്ടുകെട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. അന്നത്തെ സ്ഥലത്ത് പോയി ഞങ്ങൾ ഗുണ്ടായിസം കാണിക്കുമായിരുന്നു, കൂട്ടയടി നടത്തുമായിരുന്നു, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പല വേക്രാന്തങ്ങളും കാണിക്കുമായിരുന്നു. ഇന്ന് ഫ്രണ്ട് ആരും എനിക്കില്ല, കൂട്ടുകാരില്ല, എല്ലാവരും എന്നെ ഇട്ടേച്ചു പോയി. ഇന്നിപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഒറ്റയ്ക്കാണ്. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു. സത്യം പറഞ്ഞ് നീ ഒറ്റയ്ക്ക് ഇറങ്ങിയാൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ നിനക്ക് ഉണ്ടാവും. പക്ഷെ നീ ഒറ്റയ്ക്കല്ല, അദൃശ്യനായി മേൽ പറഞ്ഞ ദൈവം നിന്റെ പിന്നിലും മുമ്പിലുമായി ഒരു കേടും പാടും വരെ അത് നിന്നെ നിലനിർത്തി ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കുന്ന ഒരു ദൈവമാണ് ഇന്ന് രാത്രി എന്റെയും നിന്റെയും ദൈവം. ഹല്ലേലൂയ. ആലോചനയിൽ വലിയവനായ ദൈവം, അഭിഷേകം തരാൻ വിശ്വസ്തനായ ദൈവം. നോക്കുക, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അദ്ദേഹം ആ കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചു വരുത്തി. പക്ഷെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് സാത്താൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ അവൻ ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടായിരിക്കുന്നത്. നാളെ ദുബായിലാണെങ്കിൽ മറ്റന്നാൾ അവൻ ഹോങ്കോങ്ങിലായിരിക്കും, പിന്നെ അവൻ അമേരിക്കയിലായിരിക്കും. ഇങ്ങനെ കറങ്ങിയടിച്ച് സാത്താൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അയ്യോബിന്റെ ഭവനത്തിൽ കൂടെ പോയപ്പോൾ അവിടെ പാട്ടും പ്രാർത്ഥനയും സ്തുതിയും സ്തോത്രവും കണ്ടു. പറഞ്ഞ മിസ്റ്റർ സാത്താൻ അവിടെ നിന്നു. എന്താ ഇവിടെ ഒരു ബഹളം? അയ്യോബിന്റെ മക്കളെ കൂട്ടിവെച്ച് അവൻ യോഗം നടത്തി അവരെന്റെ കയ്യിൽ വീഴാതെ ദൈവത്തിന്റെ കരങ്ങളിൽ നിൽക്കാൻ, ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുകളയാതിരിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ പരിപാടി കൊടുത്തേക്കാം. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകും. ഇന്ന് നീ പാടിയെങ്കിൽ നാളെ നീ പാടരുത്. ഇന്ന് നീ അരമണിക്കൂർ പ്രാർത്ഥിച്ചെങ്കിൽ നാളെ നീ പ്രാർത്ഥിക്കരുത്. ഇന്ന് സത്യസന്ധതയോടെ നിന്നെങ്കിൽ നാളെ നീ സത്യമായിട്ട് നിൽക്കരുത്. അതെങ്ങനെയും ഉഴപ്പാനുള്ള പരിപാടി അവന്റെ പരിപാടി. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നേരെ പെട്ടെന്ന് അവൻ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞ്, പാട്ടും പ്രാർത്ഥനയുമായി ജീവിക്കുന്ന നിന്റെ കൂടാരത്തിൽ നീ ഒറ്റയ്ക്കല്ല. കർത്താവിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് സാത്താൻ കയറ്റിക്ക് വന്നപ്പോൾ അങ്ങോട്ട് കയറാനും പറ്റത്തില്ല. അവിടെ ദൈവത്തിന്റെ ദൂതനുണ്ട്. ഇനി എങ്ങനെ ഇതൊന്ന് കലക്കാൻ പറ്റും? നിന്റെ കുടുംബം കലക്കാൻ, നിന്നെ കലക്കാൻ, നിന്റെ മനസ്സ് കലക്കാൻ, നിന്റെ വിഷയത്തിൽ കലക്കം ഉണ്ടാക്കാൻ, നിന്റെ ഏകാഗ്രത കെടുത്താൻ, സമാധാനം ഇല്ലാതാക്കാൻ, രാത്രി ഉറക്കമില്ലാതാക്കാൻ, നിന്റെ BP 80 120 നിന്ന് 800 2000 ആക്കാൻ, ഇതൊക്കെ അവന്റെ കയ്യിലെ പദ്ധതിയാ. ആവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ ഇങ്ങനെ തോന്നുന്ന കുരങ്ങിഞ്ചി നിന്ന് പോലെ ഇങ്ങനെ തോന്നിയിട്ട് പല വിഷയങ്ങളെ ചിന്തിച്ച് നാളെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകാനുള്ളതാ, കൊച്ചുമള നമ്മൾ തോറ്റുമ്പോൾ 2ാമത് പൈസ കയറ്റി വെക്കത്ത് പറയുന്നില്ല. നീ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ചിന്തിക്കത്തേ ഉള്ളൂ. നീ ചിന്തിക്കുന്നതൊന്നും ഒരു കാര്യവും നടക്കത്തില്ല. നീ ചിന്തിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പ്ലാനുകൾ ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളും തത്സമയം മനസ്സിലാക്കി നാം തളരാതെ, നാം വീണുപോകാതെ, അവിടെ നാണം കെട്ടു പോകാതെ നിൽക്കാനൊരു പ്ലാൻ ദൈവം ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിരാശയുടെ വാക്കുകൾ പറയരുത്. തക്ക സമയത്ത് വഴിയൊരുക്കുന്ന കഷ്ടങ്ങളിൽ തുണയായിരിക്കുന്ന ദൈവം ഇന്ന് രാത്രികാലം നമ്മോട് വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. രക്തത്താൽ ജയം. അമ്മനെ സാത്താൻ നേരെ യഹോവയുടെ സന്നിധിയിൽ ചെന്നു. ചെന്നിട്ട് അപ്പൊ അന്ന് അവന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ചെല്ലാനായിട്ട്. പക്ഷെ ഇന്ന് അവന് പെർമിഷൻ ഒന്നുമില്ല, അടിച്ച് പുറത്താക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സാത്താനെ അടിച്ച് പുറത്താക്കി. പിള്ളേര് പറയുന്നത് ചാണകവെള്ളം തെളിച്ചു. ഓത്രം പൊകളാ പറഞ്ഞു, വാറി കാണണമെന്ന് പറഞ്ഞു. ഓത്രം. അപ്പൊ അവന് പോകാൻ സ്ഥലങ്ങളൊന്നുമില്ല. യേശുക്രിസ്തുവിന് പോകാൻ അനവധി സ്ഥലങ്ങളുണ്ട്. അനേക വീടുകൾ അവനെ മാടി വിളി. സാത്താന് പോകാൻ സ്ഥലമൊന്നുമില്ല. പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ തുപ്പല് ഒലിപ്പിച്ച് ഇങ്ങനെ നാട് നീളെ ഊരി ചുറ്റി കിടക്കുക. ഓത്രം. അന്നേരമാണ് ഈ ആത്മീയനായ വീടിന്റെ അവസ്ഥ കണ്ടേ. യഹോവയായ ദൈവത്തിന്റെ സന്നിധി ചെന്നിട്ട് പറഞ്ഞു, ചുമ്മാതാണോ അവൻ നിന്റെ ഭക്തനായിട്ടിരിക്കുന്നത്? ദൈവത്തിന് നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ആ ബോർഡർ അഴിക്കാൻ ഒന്ന് നീ സമ്മതിക്ക്, അവൻ നിന്നെ തേച്ചു പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ പെർമിഷൻ മേടിച്ചാ വന്നത്. സാത്താൻ ഒറ്റയ്ക്ക് യോഗത്തിന് വരത്തില്ല. ദൈവസന്നിധിയിൽ പിശാച് ഒറ്റയ്ക്ക് കയറി വരത്തില്ല. അവൻ ഏതെങ്കിലും ഒരു പിന്മാറ്റക്കാരനെയോ ജഡീകയോ ഒരു നുണ പറയുന്ന സാറാമയോ പാപം ചെയ്തവനോ ഒരു തല്ലിപ്പൊടിയുള്ള ശരീരത്തിൽ കയറി അവൻ വരത്തുള്ളൂ. സ്തോത്രം. ഒരു യോഗസ്ഥലത്ത് സാത്താൻ വരുമ്പോഴത്തേന് അവൻ രണ്ടായിട്ടല്ല, അങ്ങനെയുള്ള അവന്റെ അവകാശമുള്ള, അവന്റെ സ്വഭാവമുള്ള, അവൻ കൊണ്ടു നടക്കുന്ന വ്യക്തിയുടെ കൂട്ടത്തിലാണ് വരുന്നത്. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിന്ന് സാത്താനും അവരുടെ കൂടെ ചെന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവപുത്രന്മാരുടെ കൂട്ടത്തിലാണ് സാത്താനും വന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യഹോവയായ ദൈവം സാത്താനോട് ചോദിച്ചു, എവിടുന്ന് വരുന്നു? ഉടനെ പറഞ്ഞു, ഞാനിങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചിട്ട് വരിക.
പക്ഷെ എന്നിട്ടും അവനപ്പം മസിൽ പിടിച്ച് നിൽക്കുക. അവന് സകല ഹൃദയങ്ങളെ അറിയുന്ന ഇവനെ നിർമ്മിച്ച, ഇവനെ ഉണ്ടാക്കി, ഇവന് പ്യായെന്ന് പേരിട്ട ആ ദൈവത്തോട് പറയുക, ഞാൻ ഊടാടി സഞ്ചരിച്ചിട്ട് വരിക എന്ന്. ഇവനങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, എല്ലാം അങ്ങ് അറിയുന്നുണ്ടല്ലോ. ഇന്നും അവന്റെ മനം തഴമ്പിച്ചിരിക്കുക. ആ കള്ളന് മാനസാന്തരം വന്നിട്ടില്ല. അവൻ താഴാനുള്ള മനസ്സില്ല. അവന്റെ നികളോ അഹങ്കാരം എല്ലാം അവന്റെ ഉള്ളിൽ ദുഷ്ടത നിറച്ചു വെച്ചിരിക്കുക. പിതാവായ ദൈവത്തിന്റെ ഈഗോയും ജാടയും കാണിക്കുക. അവനാണ്ട് വലിയ പുള്ളിയാണ്. ദൈവസന്നിധി നിഗളിക്കരുത്, കർത്താവിന്റെ താഴ്വിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇരുമനസ്സുള്ളവരെ ദുഃഖിച്ച് കരയുവിൻ, ദൈവത്തിന് കീഴടങ്ങുവിൻ, എന്നാൽ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ യോബിന്റെ ജീവിതത്തിൽ വലിയ കനത്ത നാശങ്ങൾ നേരിട്ടു. അവന്റെ ഭാര്യ സപ്പോർട്ട് കൊടുക്കുമെന്ന് ഓർത്തത്. ചാച്ചന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശും സ്വത്തും പണവും, ആടും 7,000 ആടും 3,000 ഒട്ടവും 500 കാളയും 500 കഴുതയും ഈ ഭാര്യയും 10 മക്കളും ലക്ഷക്കണക്കിന് രൂപ എല്ലാം വന്നപ്പോഴത്താന് അവളങ്ങ് നെഞ്ചു വിരിച്ചങ്ങ് നിന്നു. ഞങ്ങളാടി നേട്ടത്തെ വലിയ കാശുകാര്, ഞങ്ങൾ വലിയ പുള്ളിയാ, ഉന്നത ഭാവവും നിങ്ങളെ ഹൃദയമുള്ളവരെ ഞാൻ സഹായിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അച്ചായന്റെ പോക്കറ്റ് കാലിയായി, കാശ് മുഴുവൻ തീർന്നു, കുടുംബസ്വത്ത് പോയി, മക്കൾ മുഴുവൻ ചത്തു. വീടിന്റെ 4 മൂലയ്ക്കും കാറ്റടിച്ച് ഒന്നാം തരം കെട്ടിടം ടപ്പു എന്നും പറഞ്ഞ് താഴെ പോയി. അതെ, അങ്ങനെയുള്ളതായ അവന്റെ മൃഗസമ്പത്തുകളെല്ലാം ശെബായര് പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് വാളിന്റെ വായ്ത്തലയാൽ കൊന്ന് ദേഹത്ത് മുഴുവൻ പുണ്ണും അഴുക്കും പിടിച്ച് അളിഞ്ഞും പുളിഞ്ഞും ഇരിക്കുന്നതായ ഒരു മനുഷ്യ മാംസ കഷണം. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞ അവള് വന്ന് ഇവക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടൊന്നും പഴയ വലിയ പുള്ളിയാന്ന് ഇവിടെ ധാരണ. ദൈവത്തിന് ഇവിടെ പറഞ്ഞ ഇവൾക്ക് അസുഖമൊന്നും, ഇവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇവളിപ്പോഴും 3 നേരം ആഹാരം കഴിച്ച് 3 നേരം നല്ല മിടുക്കിയായിട്ട് ഒരു കോൾ ഗേളായിട്ട് ഇവിടെ നടക്കുക. അപ്പൊ ഇവിടെ നിയോവിനോട് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ഇപ്പോഴും ഭക്തി മുറുകെ പിടിച്ചോണ്ടിരിക്കുക. ദൈവത്തെ ത്യജിച്ച് മരിച്ചുകൊള്ള മനുഷ്യയാണ്. എന്നിട്ട് വേണം ഇവക്ക് പോയി വേറെ കല്യാണം കഴിക്കാനായിട്ട്. ഇവക്ക് തന്നെ അറിയാം, ഈ അളിഞ്ഞവനെ ആർക്ക് വേണം, ഈ കൂലി കൂടിയിരിക്കുന്നവനെ ആര് വേണം. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേണം ഇനി ഒരു രണ്ടാമതൊരു ഭർത്താവിനെ എനിക്ക് കിട്ടും. ഇതാ അവരുടെ ഉള്ളിൽ. അതുകൊണ്ട് അവള് പറയുന്നത് പോയി മരിച്ചു കളക. പ്രൈസ് ദി ലോർഡ്. അവൾ എന്നാ ഒരു സാധനമാണ്. ഇത്രയും നാളും ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ചോറും പണവും മേറി അനുഭവിച്ചെങ്കിൽ അവൾ അല്പമേലും മനസാക്ഷി ഉണ്ടേ പറയണം, അച്ഛാ ഇതെല്ലാം മാറും, ദൈവം അച്ഛനെ സൗഖ്യമാക്കും, നമുക്കൊരു നല്ല അവസ്ഥ ഉണ്ടാകും. ദൈവത്തിനൊരു കാര്യം അസാധ്യമില്ല. കഷ്ടത്തിലും ദുഃഖത്തിലും ഇരിക്കുന്നവന്റെ പുറത്ത് കയറി മെതിവണ്ടി ഉരുട്ടുകയല്ല, ഒരു ആശ്വാസം പറയണം. പ്രൈസ് ദി ലോർഡ്. മനോവ്യസനം നിമിത്തം മനുഷ്യന്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ അയലക്കത്തോ വീട്ടിലോ മറ്റുള്ളതോ കാരണം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്തോട്ട് 2 കൊട്ട് മണ്ണുടിടുകയല്ല, അയ്യോ അങ്ങനെ സംഭവിച്ചു പോയല്ലോ, വരാതിരിക്കട്ടെ, എങ്ങനെ ഒരു ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരു ശബ്ദം നിലവുണ്ടെങ്കിൽ അതൊരു മനസ്സലിവിന്റെ ആത്മാവാ. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തെ കഠിനമാക്കുന്നവൻ അനർത്ഥത്തിൽ അകപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാ. ദൈവത്തിന് സ്തോത്രം. ഇനി ചില ആൾക്കാർ സമാധാനം കണ്ടെത്തുന്നത് മൊബൈലിന്റെ അകത്താ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചില ഭ്രാന്തന്മാര് ഊളംപാറയിലും കുതിരവട്ടത്തും ഇരുന്ന് ഇരിക്കുന്നവരെ ചില പുള്ളികൾ ചിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ അകത്തുനിന്ന് അവളെ വെച്ച അച്ഛനെന്നാ അച്ഛാ അവിടെ ചിരിക്കുന്നത്, നീ പോയി. ഞാനിവിടെ വേറൊരു സംഭവം കാണുക. ദൈവത്തിന്റെ സ്തോത്രം. ദൈവവചനത്തിലും ആത്മാവിലും പ്രാർത്ഥനയിലും പാട്ടിലും സന്തോഷിക്കാൻ ഒരു കരുത്തുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ ലോകം തരുന്നതിനേക്കാട്ടിലും വലിയ സന്തോഷമാണ്. അത്യാവശ്യമുള്ള കാര്യങ്ങളോ മൊബൈലിൽ കണ്ടോ കേട്ടോ അറിഞ്ഞോ, പക്ഷെ നിന്റെ ഹൃദയത്തെ തട്ടിയെടുക്കുന്ന ഭാഗങ്ങൾ നീ അതിന്റെ അകത്തുനിന്ന് നീ റിട്ടേൺ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹാലേ. നിന്റെ ഹൃദയത്തെ കവർന്നെടുക്കുന്ന മേഖലകളിൽ നിന്ന് വിട്ടുമാറണം. ദൈവത്തിന് സ്തോത്രം. പലതും ഉദിപ്പിക്കുകയും പലതും തോന്നിപ്പിക്കുകയും ചെയ്യുന്ന മേഖലയിൽ നീ ഒഴിഞ്ഞു മാറണം. മൊബൈൽ ഇല്ലാതെ എനിക്കോ നിങ്ങൾക്കോ ഇപ്പം ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഇതാണ് പ്രപഞ്ചത്തെ നമ്മുടെ ശുശ്രൂഷയെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ കോണ്ടാക്റ്റാണ് നേർത്തിരിക്കുന്നത്. ഇപ്പം ബിജു പാസ്റ്റർ എന്നെ വിളിച്ചു. ബിജു പാസ്റ്റർ കത്തെഴുതി, ഗോപിനാഥൻ പാസ്റ്റർക്ക് ഇവിടെ ഞാൻ 21 ദിവസം ഉപവാസമാണ്, പാസ്റ്റർ ഒരു ദിവസം കടന്നു വരണം എന്ന് അവരെന്നുള്ള കാര്യം വിശദമായിട്ട് കത്തെഴുതണം എന്നും പറഞ്ഞ് ഇവിടെ വൈപ്പിൻ പോസ്റ്റ് ഓഫീസിൽ ഇട്ടു. സ്തോത്രം. 3 ദിവസം കൊണ്ട് കിട്ടും. പക്ഷേ 5-ാം ദിവസം കത്ത് കിട്ടിയത്. കത്ത് കിട്ടി ഞാൻ ഇങ്ങോട്ട് കത്തെഴുതി, ഈ ഭാഷ ഇങ്ങനെയാണ് ഇത്രയും തീയതി ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു, അതിൻ്റെ റൂട്ടും കാര്യങ്ങളും ഒക്കെ അയക്കണം എന്നും പറഞ്ഞ് അയച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇങ്ങോട്ട് 5-6 ദിവസം കഴിഞ്ഞാണ് കിട്ടിയത്. സംഘങ്ങളെല്ലാം താറുമാറായി, വരാനോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. പക്ഷേ ഇതാ വഴി അറിയാനായിട്ട് പറ്റിയത് എവിടെയാ, എങ്ങനെയാ കണ്ടുപിടിക്കാം, എവിടാ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. എറണാകുളം പട്ടണത്തിലുണ്ടെന്ന് പറഞ്ഞ് അരിപ്പ് കൊണ്ടിരിച്ചാൽ കിട്ടുമോ? പക്ഷേ ഇതുണ്ടെങ്കിൽ ലൊക്കേഷൻ, സ്ഥലം എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ നിമിഷം കൊണ്ട് പണം അയക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ഒരു ആവശ്യം സാധിക്കാൻ പറ്റും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് പ്രപഞ്ചത്തിൻ്റെ അകത്ത് ഉള്ള സകല സംഭവങ്ങൾ കൈവെള്ളയിൽ ഒതുക്കി മൊബൈൽ വന്നിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കുടുംബത്തെ തകർക്കാൻ, ഒരു വ്യക്തിയെ തകർക്കാൻ, ഒരു ചെറുപ്പക്കാരനെ തകർക്കാൻ, ഒരു സഭയെ നശിപ്പിക്കാൻ ഉള്ള സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തീയതിനോടകന്ന് നല്ലതിനെ കാണുക, നല്ല വാർത്തകൾ കാണുക, നല്ല പ്രസംഗങ്ങൾ കേൾക്കുക, നല്ല വർഷിപ്പ് കാണുക, നല്ല ശുശ്രൂഷകൾ അനുഭവിക്കുക. അതെല്ലാം നിന്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു അനുഭവമായിട്ട് മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതവും സൗഭാഗ്യ ജീവിതവും, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ കൂട്ടാളിയാണ്. അന്ധകാരം ഭൂവിൽ വ്യാപാരിച്ചിടുമ്പോൾ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂവിൽ അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും താളിയാണ്. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലും ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതവും സൗഭാഗ്യ ജീവിതവും, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതവും, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൽ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും തള്ളിക്കളയുമ്പോൾ, ലോകത്തിൽ യോസേഫ് ദൈവമിൽ കൂട്ടാളിയാണ്. സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ, യോസേഫ് ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതമോ സൗഭാഗ്യ ജീവിതമോ, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതമോ സൗഭാഗ്യ ജീവിതമോ, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കട്ടങ്ങളേറ്റയൽ നീയനെ കാണാറായി. ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, എന്നോ നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കിനാൽ പാർക്കണം പ്രിയനേ. എന്നോ നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കിനാൽ പാർക്കണം പ്രിയനേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ സ്തോത്രം. അവസാന ഭാഗങ്ങളിലേക്ക് വരുന്നു. ഇനി നടക്കാനുള്ള വലിയ സംഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. ലോകത്തിൽ 4 മടങ്ങിവരവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1 പാപികളുടെ മടങ്ങിവരവ്, 2 സാത്താന്റെ മടങ്ങിവരവ്, 3 ഇസ്രായേലിന്റെ മടങ്ങിവരവ്, 4 യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്. ഇതിന്റെ അകത്ത് 2 മടങ്ങിവരവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 ഇസ്രായേലിന്റെ മടങ്ങിവരവും പാപികളുടെ മടങ്ങിവരവും. ദൈവത്തിന് സ്തോത്രം. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിന് ഇളയവൻ പറഞ്ഞു, എന്റെ സ്വത്തുക്കളെല്ലാം എനിക്ക് തരണം. അവൻ സ്വത്തുക്കളെല്ലാം മേടിച്ച് അവൻ ദൂരദേശത്തേക്ക് പോയി. വേശ്യ സ്ത്രീകളുമായി വാസം ചെയ്ത് കയ്യിലെ കാശ് മുഴുവൻ തീർന്ന് ഒരു ഗതിയും പരഗതിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് ദൂരെ നിന്നൊരു പിച്ചക്കാരനെ പോലെ വരുന്ന ഒരു മനുഷ്യൻ. ആ പയ്യൻ അവൻ പറഞ്ഞു, ഇല്ല, എനിക്ക് നശിച്ച ജീവിതം വേണ്ട. പാപികളുമായി കൂട്ടുകൂടി തല്ലിപ്പുളികളുമായി കറങ്ങി അവിടെയും കയറി ഇവിടെയും കയറി പാട്ടിനും പോയതില്ല, പ്രാർത്ഥനയ്ക്ക് പോകാതെ ഈ നടക്കുന്ന അവിഞ്ഞ വൃത്തികെട്ട ജീവിതം എനിക്ക് വേണ്ട. ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ചെല്ലും. എത്രയോ കൂലിക്കാരവിടെ ആ ഭവനത്തിന്റെ സന്തോഷം നന്മ അനുഭവിക്കുന്നു. അവർ
അവനൊരു കൂലിപ്പാരനെ പോലെ ഞാൻ ആക്കുമെന്ന് അവൻ അവന്റെ ഹൃദയത്തിൽ പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തോടും എൻ്റെ അപ്പനോടും ഞാൻ ക്ഷമ ചോദിക്കും. മാതാപിതാക്കന്മാർക്കെതിരെ ആവശ്യമില്ലാത്ത വൃത്തികെട്ട ഭാഷകൾ നടത്തിയേച്ച് നീ ദൈവസന്നിധിയിൽ വന്നാൽ ദൈവത്തിന്റെ ന്യായവിധി നിനക്കുണ്ടാകുന്ന തലമുറകളുടെ മേൽ ദൈവം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. നീ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിനക്ക് തലമുറയെ കിട്ടും. അതേ നാണയത്തിൽ ദൈവം തിരിച്ചടക്കും. നിനക്ക് ദീർഘായുസ് ഉണ്ടാകാനും നന്മയുണ്ടാകാനും നിന്റെ മാതാപിതാക്കന്മാരെ നീ ബഹുമാനിക്കണം. 9 മാസം വയറ്റിലിട്ട് 10 മാസം ചുവന്ന് നീ മൂത്രത്തിലും മലത്തിലും കിടന്ന് പായ കിടന്ന് ഉരണ്ടപ്പോൾ ഈ തന്തൻ തള്ള എഴുന്നേറ്റ് കൊണ്ട് കഴിപ്പിച്ച് നിന്നെ വളർത്തി പഠിപ്പിച്ച് നിനക്ക് ബീഫ് ഫ്രൈയും പൊറോട്ടയും കട്ടൻ കാപ്പിയും പെപ്സി കോളായും നിനക്ക് തന്ന് കട്ടിയുള്ള ഉടുപ്പും പാൻറ്റും ഒക്കെ നിനക്ക് തന്ന് നിന്നെ സുഖിപ്പിച്ച് നിന്നെ ഇത്രത്തോളം വളർത്തി ഇന്ന് നീ സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ ആരാ നീ, അപ്പനാരെ, അമ്മയാരെ എന്ന് നീ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോണം, നീ ദൈവസനിൽ നിന്നും അകന്നുപോയ മുടിയനായ പുത്രനാണ്. ദൈവത്തിന് നിനക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു. ക്ഷമ ചോദിക്കേണ്ട വ്യക്തികളോട് ക്ഷമ ചോദിച്ച് ദൈവസനിൽ അനുഭവിച്ച് മടങ്ങി വന്നാൽ നിന്നെ കെട്ടിപ്പിടിക്കാൻ കാത്തിരിക്കുന്ന ഒരു നല്ല പിതാവുണ്ട്. നീ ദൂരെ നിന്ന് തീരുമാനമെടുക്കുമ്പോൾ നിന്നെ കാണുന്ന ഒരു നല്ല ദൈവമുണ്ട്. ദൈവം ഓടിച്ച് കർത്താവിന്റെ സ്ഥാനം അവനെ ഓടിച്ചെന്നു, അവനെ കെട്ടിപ്പിടിച്ചു, അവൻ ഉമ്മ കൊടുത്തു. അവന്റെ ചീഞ്ഞു നാറുന്ന ആ മുഖവും തലവും മുടിയൊക്കെ കാണുന്ന ഒരു പാക്കാന്റെ കോലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓടിച്ചെന്ന് അപ്പൻ കെട്ടിപ്പിടിച്ചു. നിങ്ങളുടെ പാപം എത്ര കടിഞ്ചുവപ്പായിരുന്നാലും എന്റെ യേശു ഹിമം പോലെ ഇത് വെളുപ്പിക്കും. പാപികളെ സ്നേഹിക്കാനാണ് ക്രിസ്തു യേശു വന്നത്. അവൻ ചുങ്കക്കാരും വേശുമാരും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നുവെന്ന് കർത്താവ് സംസാരിക്കുകയുണ്ടായി. കെട്ടിപ്പിടിച്ചു. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു. അന്നത്തെ ആവേശത്തിന്റെ പുറത്ത്, ചോരത്തിളപ്പിന്റെ പുറത്ത് അപ്പനോട് ഞാനിത് പിടിച്ചു മേടിച്ചോണ്ട് പോയി. എല്ലാം തീർന്നപ്പാ, പോയപ്പാ, ഞാൻ ഈയിടെ എല്ലാം പന്നിക്കൂട്ടത്തിനിടയായിരുന്നു. അപ്പ പന്നിയുടെ മണം വരുന്നില്ലേ അപ്പ, നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായിട്ട് അപ്പ, അപ്പനോട് കരുണ തോന്നണം. അപ്പൻ കെട്ടിപ്പിടിച്ചു, പൊട്ടിക്കരഞ്ഞു. അവനെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. കൈയടിച്ചിട്ട് പറഞ്ഞു, ഇവിടുത്തെ നൃത്തക്കാരെല്ലാം ഇങ്ങോട്ട് കടന്നു വരട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ഭരതനാട്യം ചെയ്യുന്നവരും കുച്ചിപ്പുടി ചെയ്യുന്നവരെല്ലാം വന്നു. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ എറണാകുളം പട്ടണത്തിൽ അവിടെ ബാറുകളിലും റോഡ് സൈഡിലും ഒക്കെ ചുമ്മാ സ്റ്റിക്കർ ഇട്ടിച്ചോലെ തുണിയായിട്ട് കിടന്ന് കൂത്താട്ടം നടത്തുന്നതല്ല. അവിടെ നല്ല നൃത്തക്കാരുണ്ടായിരുന്നു, സന്തോഷത്തിന് നൃത്തം ചെയ്യുന്നവർ. ദൈവത്തിന് സ്തോത്രം. അവരെല്ലാം വിളിക്കാൻ പറഞ്ഞു. നൃത്തം ചെയ്തു. വേഗത്തെ ആ കൂട്ടി നിൽക്കുന്ന നല്ല ഒന്നാന്തരം ഒരു സൂപ്പർ കാളക്കുട്ടിയെ പിടിച്ച് കണ്ടിക്കാൻ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ കാളക്കുട്ടിയെ ഏൽപ്പിക്കാൻ അവിടുത്തെ കിച്ചണിലേക്ക് ആൾക്കാർ പോയി, നൃത്തക്കാരെ വിളിക്കാൻ ആൾക്കാർ പോയി. അപ്പനകത്തേക്ക് പോയി ഒരു പൊന്മോതിരം എടുത്തുകൊണ്ട് വന്നു. അവന്റെ കാലിലും അവന്റെ കൈക്ക് അങ്ങോട്ട് ഇട്ടു. ദൈവത്തിന് സ്തോത്രം. തേഞ്ഞ് തഴമ്പിച്ച് പന്നിക്കാട്ടം പറ്റി അവന്റെ അളിഞ്ഞ കാല് കഴുകിയിട്ട് അതിലോട്ട് അപ്പൻ നല്ല പുതിയ ചെരുപ്പ് അങ്ങോട്ട് ഇട്ടു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ആ നാറ്റവും മൂത്രവും പിടിച്ച അവന്റെ ആ ഡ്രസ്സെല്ലാം മാറിയിട്ട് അകത്ത് പോയി നല്ല ഒന്നാം തരം ഡ്രസ്സ് കൊണ്ട് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ അങ്ങനെ നിൽക്കുക. മൂത്തവൻ വീട്ടിലില്ലായിരുന്നു, അവൻ വയലിലായിരുന്നു. ഒരു കുടുംബത്തിന്റെ രണ്ടറ്റവും കൂട്ടിയോജിപ്പിക്കാൻ കഷ്ടപ്പാടുമായിട്ട് അവൻ വയലിൽ അധ്വാനിക്കുകയാണ്. അവൻ വന്നപ്പോഴേ ഒരു ബഹളം കേട്ടു. അവൻ വേലക്കാരനെ വിളിച്ചു ചോദിച്ചു, എന്താ വീട്ടിൽ വലിയൊരു ബഹളം? അത് കുഞ്ഞറിഞ്ഞില്ല. ഇല്ല. ആ കുഞ്ഞിന്റെ സഹോദരൻ അന്ന് ഇവിടുന്ന് അച്ഛൻ്റെ സ്വത്തുമെല്ലാം അടിച്ചു മാറ്റി ഇവിടുന്ന് പോയവൻ നാട്ടിലെല്ലാം കറങ്ങി, കണ്ട പെണ്ണുങ്ങളുടെ മുഖത്തെല്ലാം നോക്കി കറങ്ങി ചുറ്റി അവിടെയും കയറി ഇവിടെയും ഹൗവാ ബീച്ചിലും പോയി അതെല്ലാം നടന്നേച്ച് കറങ്ങി അടിച്ച് ഇവൻ വലിഞ്ഞു കയറി വന്നിട്ടുണ്ട്. അപ്പൻ അവനെ സന്തോഷിപ്പിക്കുക. ഞാൻ വീട്ടിലോട്ട് കയറത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ വൃത്തികെട്ടവൻ എൻ്റെ വീട്ടിലെന്തിനു കയറ്റി? അവൻ അപ്പൻ്റെ മുതൽ നശിപ്പിച്ചു. അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു. എനിക്ക് അവനെ ഇവിടെ കയറ്റാൻ പറ്റത്തില്ല. അവൻ കോപിക്കാതെ അവൻ വീട്ടിൽ കയറാതെ നിന്നു. അപ്പൻ ചെന്നിട്ട് പറഞ്ഞു, സ്തോത്രം മോനെ, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇന്ന് അവൻ ജീവിച്ചിരിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടവനായിരിക്കുന്നു. അവനൊരു അനുതാപം ഉണ്ടായി. അവൻ ക്ഷമ ചോദിച്ചു, അവൻ ഏറ്റു പറഞ്ഞു. അവനെ എങ്ങനെ അംഗീകരിക്കായിരിക്കും? പ്രൈസ് ദി ലോർഡ്. നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിനക്ക് തന്നെയാണെന്നും പറഞ്ഞ് അവനെ സ്വന്താനപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. എന്താ? അതാണ് പാപികളുടെ മടങ്ങി വരവെന്ന് പറയുന്നത്. ഈ ദിവസങ്ങൾ അനേക പാപികൾ മാനസാന്തരപ്പെട്ട് കടന്നു വരുവാൻ നിങ്ങളുടെ ഉപവാസവും പ്രാർത്ഥന ഇടയാക്കട്ടെ. ഏറ്റുപറഞ്ഞു മടങ്ങി വരട്ടെ. സ്വർഗത്തോട് ഏറ്റുപറയട്ടെ, വ്യക്തികളോട് ഏറ്റുപറയട്ടെ. അതാണ് പാപികളുടെ മടങ്ങി വരവ്. 2, ഇസ്രായേലിന്റെ മടങ്ങി വരവ്. BC 606 അവരുടെ രാജ്യത്വം നഷ്ടപ്പെടുന്നു. BC AD 139 അവരുടെ രാജ്യം നഷ്ടപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. AD 70 അവരുടെ ദേവാലയം നഷ്ടപ്പെട്ടു. കൊച്ചി മട്ടാഞ്ചേരി മുതൽ ലോകത്തിന്റെ സകല രാജ്യങ്ങളിൽ യഹൂദൻ വാരി ചിതറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ തള്ളിക്കളഞ്ഞ യഹൂദൻ പീഡനങ്ങൾക്കായി മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട് ഇറങ്ങി വന്ന് യേശുവിനെ തള്ളിക്കളഞ്ഞ യഹൂദൻ ലോകത്തിൽ ചിതറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചിതറിപ്പോയ യഹൂദന്മാർ മുഴുവൻ ഇപ്പൊ ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 2002 ഞാൻ ഇസ്രായേൽ സന്ദർശിച്ച് അവിടെ ശുശ്രൂഷിക്കുന്ന എനിക്ക് ലോകത്തിന്റെ 3 ഭൂഖണ്ഡങ്ങളിലായി 16 പരം ലോകരാജ്യങ്ങളിൽ ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. അത് ദൈവിക വാഗ്ദത്തമായിരുന്നു. ഇനി 2 ഭൂഖണ്ഡങ്ങളിൽ പോകാനുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡോക്ടറേറ്റ് ഇല്ല, എനിക്ക് BTH ഇല്ല, എനിക്ക് CTH ഇല്ല, ഞാൻ റെവറൻഡും പഞ്ഞപ്പുല്ലും മൈതായി ഒന്നും ഇല്ല. സ്തോത്രം. എനിക്കൊരു ഡിഗ്രി ഉണ്ട്. ഞാൻ പാപിയായിരുന്നു, യേശു എന്നെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്.
ആ ഡിഗ്രിയുമായിട്ടാണ് ഞാൻ സഞ്ചരിച്ചത്. ഇത്രയും രാജ്യങ്ങളിൽ പോയി അനേകം പേരെ സ്നാനപ്പെടുത്തി ഒക്കെ ഞാൻ ചെയ്തത് എൻ്റെ കഴിവും മിടുക്കുമൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. ഞാൻ കരഞ്ഞു, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, ഞാൻ നിലവിളിച്ചു വന്നു, എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചു, എനിക്ക് എൻ്റെ താലന്തുകൾ നൽകി, രക്ഷയുടെ സന്തോഷം നൽകി, സുവിശേഷം പറയാനുള്ള കൃപ നൽകി. തന്നെത്താൻ താഴ്ത്തുന്നതിനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. വിളിക്കപ്പെട്ടവരും അനേകം തെരഞ്ഞെടുക്കപ്പെട്ടവരെ ചുരുക്കം. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്. ചെറിയ പന്നിക്കൂട്ടമേ എന്നല്ല, വലിയ പന്നിക്കൂട്ടമേ എന്നല്ല, ചെറിയ ആട്ടിൻകൂട്ടമേ. എറണാകുളം പട്ടണത്തിൽ വലിയ പന്നിക്കൂട്ടങ്ങളുണ്ട്. അവിടെ സ്തോത്രമുണ്ട്, അവിടെ ഹല്ലേലൂയ ഉണ്ട്, അവിടെ മേശയുണ്ട്, അവിടെ മൈക്ക് സെറ്റ് ഉണ്ട്, അവിടെ AC ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ പ്രതീക്ഷിച്ച ആളില്ല. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ അകത്ത് ഗുണ്ടകൾ, ക്രിമിനലുകൾ, തൻ്റെടികളായ സ്ത്രീകൾ, അഹങ്കാരികളായ പുരുഷന്മാര്, സ്തോത്രകാഴ്ചയ്ക്കും ദശാംശത്തിനും വേണ്ടി സുവിശേഷം വിലയുന്ന തൊഴിലാളികളായ ഉപദേശിമാർ. എന്നാൽ കർത്തൃദാസന്മാർ അങ്ങനെയുള്ളവരായിരിക്കരുത്. അവർ പ്രാർത്ഥിക്കുന്നവര്, ദർശനം പ്രാപിച്ചവര്, താഴ്മയുള്ളവര്, ജനത്തിനു വേണ്ടി ഇടിവി നിൽക്കുന്നവര്, കഷ്ടം സഹിക്കുന്നവര്, ആത്മാർത്ഥമായ അഭിഷേകമുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ രണ്ട് മടങ്ങി വരവ്, ഒന്ന് പാപികളുടെ മടങ്ങി വരവ്, രണ്ട് യഹൂദന്റെ മടങ്ങി വരവ്. അടുത്ത ഒരു വരാണ്, രണ്ട് വരവ് നടക്കാനുള്ളത്. ഒന്ന് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവും സാത്താന്റെ മടങ്ങി വരവും. വെളിപ്പാട് 20:7 സാത്താൻ മടങ്ങി വരുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാത്താന് സാമ്രാജ്യമുണ്ട്. സാത്താന്റെ സാമ്രാജ്യ ഭൂമിക്ക് അടിയിലാണ് അധോലോകം. അപ്പല്ലോൻ അതിന് രാജാവായിരുന്നു. ദൈവരാജ്യത്തിന്റെ ഉടമ യേശുക്രിസ്തുവാണ്. സ്വർഗരാജ്യത്തിന്റെ കമാൻഡർ സ്വർഗസ്ഥനായ ദൈവമാണ്. ദൈവം സ്വർഗത്തിലാണ്, എന്നാൽ ദൈവരാജ്യം ഭൂമിയിലാണ്. ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ദൈവരാജ്യത്തിന്റെ രാജാവായിട്ട് സൂര്യകാന്തം, നീലരക്തം, മാണിക്യം, മരതകം, നഗവർണി, പത്മരാഗം, വൈദൂര്യം, സുഗന്ധരത്നം തുടങ്ങിയ രത്നകട്ടികൾ പതിച്ചിരിക്കുന്ന 1500 മൈൽ സമയദൂരമുള്ള മഹാനഗരത്തിന്റെ രാജാവായി സൂര്യനും ചന്ദ്രനും ഇല്ലാതെ ശോഭിച്ചു നിൽക്കുന്ന ഏകയോഗ നീതിയോടെ ഭരിക്കുന്ന ഒരു രാജാവ് വരും. അത് മറ്റാരുമല്ല, യഹൂദ, നീ തള്ളിക്കളഞ്ഞ യേശുക്രിസ്തു ജാതികളായി ഞങ്ങൾക്ക് രക്ഷകനായിട്ട് മാറി, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായിട്ട് മാറി. അവന്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇതാ ഏറ്റവും അവസാനം യേശുവിന്റെ മടങ്ങിവരമാണ്. അർദ്ധരാത്രിയിൽ മണവാളൻ മടങ്ങി വരിക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് 1 തെസ്സലോനിക്കർ 4:16 2 തെസ്സലോനിക്കർ 1:9 യേശുക്രിസ്തുവിന്റെ രണ്ട് പ്രത്യക്ഷതകൾ കാണാം. ഒന്ന് രഹസ്യമായി സഭയ്ക്കും, രണ്ടും പരസ്യമായി യഹൂദിന് വേണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ആദ്യത്തെ 500 വർഷം ഇസ്രായേലിൽ 7 പ്രാവശ്യമായി 115 സംവത്സരം ഇസ്രായേൽ മക്കൾ അടിമകളായി തീരേണ്ടതായിട്ട് വന്നു. ദൈവത്തിന് സ്തോത്രം. അവർ ദൈവത്തെ മറന്നതുകൊണ്ടും തള്ളിക്കളഞ്ഞതുകൊണ്ടും കനത്ത പീഡനത്തിലൂടെ അവർ കടന്നുപോയി പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സഭ എടുക്കപ്പെട്ട ശേഷം നടക്കാൻ പോകുന്നതാ 7 വർഷത്തെ മഹോദ്രവ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. ആദ്യത്തെ 3.5 വർഷക്കാലം യഹൂദൻ അന്തിക്രിസ്തുവിന് അടിമയായിട്ടും രണ്ടാമത്തെ 3.5 വർഷം യഹൂദ മരുഭൂമിയിലും വിലപിച്ചു കഴിയും. രക്ഷകനില്ലാതെ, ആരും രക്ഷിക്കാനില്ലാതെ. അങ്ങനെ ആ വിജനമായ സ്ഥലത്ത് അമ്മയും കുഞ്ഞുങ്ങളും ഗർഭിണികളും ഉലപ്പാല് പോലും കിട്ടാതെ കരയുന്ന കുഞ്ഞുങ്ങളുമായി വിലപിക്കുമ്പോൾ ഒലിവുമലയുടെ ഉയരങ്ങളിൽ പൊങ്ങിയാൾ വീണ്ടും ലാൻഡ് ചെയ്യും. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. ദൈവത്തിന് സ്തോത്രം. രക്ഷയ്ക്കായിട്ട് അവർ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ആ കാലഘട്ടങ്ങളിൽ ഏലിയാവും മോശയും ശക്തമായ ദൂതുകൾ പറയും. 3.5 വർഷം അവർ പ്രവചിക്കും. അവരെയും കൊന്ന് യെരൂശലേമിന്റെ വീതികളിൽ അവരുടെ ശവം വലിച്ചെറിയും. പക്ഷേ 3 ദിവസം കഴിയുമ്പോൾ അവരുടെ ഡെഡ് ബോഡി ചാടി എഴുന്നേക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ മഹാപീഡന സംഭവങ്ങൾ ലോകത്തിൽ നടക്കുവാൻ പോകുകയാണ്. ഉത്തരധ്രുവത്തിലെയും ദക്ഷിണധ്രുവത്തിലെയും മഞ്ഞുകട്ടകൾ ഉരുകും. കൊച്ചി, ബോംബെ, ന്യൂയോർക്ക് വലിയ പട്ടണങ്ങളുടെ തീരപ്രദേശങ്ങൾ വെള്ളത്തിന്റെ അടിയിലാകും. കൊടുങ്കാറ്റുകളും തിരമാലകളും ഉയർന്നു പൊങ്ങും. അങ്ങിങ്ങായി ഭീകര കാഴ്ചകൾ ഉണ്ടാകും. ലോക ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത അതിഭീകരമായ കാഴ്ചകൾ മധ്യാകാശത്തിലും മറ്റു മേഖലകളിലും രാജ്യങ്ങളിലും ഉണ്ടാകും. കൂട്ട കൊലപാതകങ്ങൾ, മരുന്നില്ല, പെരുകുന്ന രോഗത്തിന് മരുന്നില്ലാതെ ഡോക്ടർമാർ നെട്ടോട്ടം ഓടും. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, എന്നാൽ എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം രോഗോപശാന്തിയോടുകൂടെ അവന്റെ നാമത്താലും രക്തത്താലും കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കാത്തുപരിപാലിക്കുന്നത് പോലെ നിൽക്കുന്ന ഒരു സാമ്രാജ്യം അവൻ പണിയുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിലെ കണ്ണുനീർ അവൻ തുടച്ച് കളയുക തന്നെ ചെയ്യും. ഒരു രാജാവ് നീതിയോടെ വാഴും. പരീക്ഷ ശവപ്പെട്ടിയില്ല, മൂർഖം പാമ്പില്ല, രാഷ്ട്രീയമില്ല, അഴിമതിയില്ല, കൈക്കൂലിയില്ലാത്ത മനോഹരമായ ഒരു രാജ്യം ദൈവം സ്ഥാപിക്കാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പുള്ളിപ്പുലിയും കുഞ്ഞാടും ഒന്നിച്ചു പാർക്കും. പശുവും സിംഹവും ഒന്നിച്ചു പുല്ല് തിന്നും. മനോഹരമായ വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ, വർഗീയതയില്ലാതെ, കറുപ്പും വെളുപ്പുമില്ലാതെ, പ്രൈസലോ LDFും UDFും ഇല്ലാത്തതായ ഒരു വലിയ ഭരണകൂടം യേശുദമ്പുരാൻ സ്ഥാപിക്കുവാൻ പോകുകയാണ്. നമ്മുടെ കണ്ണിലെ കണ്ണ് തുടച്ചു കളയും. നമ്മളെ ഒറ്റപ്പെടുത്തിയവരുടെ മാനിക്കുന്ന ഒരു ദൈവം നമുക്കായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നെ ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി നിന്നെ പിരിഞ്ഞൊരു ജീവി തമിൽ എനിക്കെല്ലാം എന്റെ സുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. ഹല്ലേലൂയ,
ജയം ഹല്ലേലൂയ യേശു കർത്താവ്. കൊല്ലുന്ന മരണത്തിൽ ഓരാധാര വിഷപ്പല്ലു തകർന്നതാകയാൽ. കൊല്ലുന്ന മരണത്തിൽ ചെറുവേണം ആകയാൽ ഇനിയും തല്ലും ഭയാമെന്നേ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാം. ആഹല്ലേ സ്തോത്രം. 8:10 യോഗം അവസാനിക്കാൻ പോവുകയാണ്. എന്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഞങ്ങളുണ്ടാക്കിയ ദൈവത്തെയും ദൈവങ്ങളെയും തേടിയലഞ്ഞ് ആരും കാണാതെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് യേശു കർത്താവിന്റെ ദർശനം നിങ്ങൾക്കുണ്ടായി. ആ ശബ്ദം നിങ്ങളെ രക്ഷയിലേക്ക് നിങ്ങളെ നടത്തി, ഇത്രത്തോളം കൊണ്ടുവന്നു. ഇന്ന് നീ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ യേശു കർത്താവ് തന്ന ദാനമാണ്. ആ രക്ഷയുടെ ദാനം, അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ ദാനം, സമാധാനത്തിന്റെ ദാനം, നിന്റെ കുഞ്ഞുങ്ങളെ നിനക്ക് തിരിച്ചു കിട്ടിയത്, നിന്റെ ഉടഞ്ഞുപോയ വഴികളെ അവൻ നേരെയാക്കിയത്, ഇനിയും മേലാലും സൂക്ഷിക്കുന്ന ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. ഗോഡ് ബ്ലസ് യു.